പിന്നെ പ്രിലിംസിനാണോ മെയിൻസിനാണോ നോട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അതോ രണ്ടിനും ഒരുമിച്ച് നോട്ട് ഉണ്ടാക്കണം എന്നുള്ളത്. നമ്മളൊരു ഡെസ്റ്റിനേഷൻ ഇടാതെ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നൊരു ഫീലായിരിക്കും നിങ്ങൾ ടൈം ടേബിൾ ഇല്ലാതെ പഠിച്ചു തുടങ്ങിയാൽ. സോ തേർഡ് പോയിന്റ് ഈസ് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ബിന്ദു പണിക്കർ ഓടുന്ന ഒരു സീനുണ്ട്. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് UPSC ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്ന കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെങ്കിലും മോസ്റ്റ്ലി ഇൻ ഫൈനൽ ഇയർ ഓഫ് ദി കോളേജ് ഒക്കെ ആണെന്ന് തോന്നുന്നല്ലേ? നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങി ഒരു അറ്റംപ്റ്റ് കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി മെജോറിറ്റിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് UPSC മെയിൻലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഞാൻ 3 അറ്റംപ്റ്റ് കൊടുത്തതാണ് UPSCയിൽ. അതിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ മെയിൻസ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ ലിസ്റ്റിൽ വന്നിരുന്നു. തേർഡ് അറ്റംപ്റ്റിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ക്വാളിഫൈ ആയത്. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ വരുത്തിയ കുറച്ച് മിസ്റ്റേക്സിൽ നിന്നും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും എൻ്റെ പിയർ ഗ്രൂപ്പിലും ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നിന്നുമാണ് ഞാൻ ഈ ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് UPSC എന്നൊരു ടോപ്പിക്ക് ജസ്റ്റ് എന്നോട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഹാഫ് ആൻ അവർ ജസ്റ്റ് ഒരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. അത് കഴിഞ്ഞിട്ട് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് വിൽ ടേക്ക് ദാറ്റ്. So I'll just cover 10 points, 10 do's and don'ts of UPSC. So after that, if you have any doubts, you can shoot your questions. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് ജംപ് ദി ഗൺ എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അതിൻ്റെ സിലബസും അതിൻ്റെ ബാക്കി കാര്യങ്ങളും മനസ്സിലാക്കണം. അപ്പം ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിലായിരുന്ന സമയത്തൊക്കെ ഈ UPSC പ്രിപ്പറേഷന് താല്പര്യമുള്ള ആൾക്കാർ they'll just start randomly reading something. അവർ ചിലപ്പം ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് UPSCയുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കും. അതൊരു സൈഡിൽ നിന്ന് വെറുതെ അങ്ങ് വായിച്ചു തുടങ്ങും. അത് ഒന്നെങ്കിൽ ഇപ്പം ഇയർ ബുക്കൊക്കെ കവർ ടു കവർ വായിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മോസ്റ്റ്ലി അത് ഈ സിലബസിൽ ഈ എക്സാം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് സിലബസിൽ എവിടെ ഫിറ്റ് ഇൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ യൂഷ്വലി അത് ജസ്റ്റ് വായിച്ച് തുടങ്ങും. അപ്പം ആ ഒരു പ്രവണത നമുക്ക് ഒഴിവാക്കണം. അപ്പം നിങ്ങൾക്ക് UPSCയുടെ സിലബസ് എവിടെയാണ് കിട്ടുന്നതെന്നുള്ള കാര്യം അറിയാമോ? എവിടെയാണ്? വെബ്സൈറ്റിൽ UPSC ഒരു നോട്ടിഫിക്കേഷൻ എടുക്കും എല്ലാ വർഷവും. അത് നിങ്ങൾ എല്ലാ വർഷവും ചെക്ക് ചെയ്യണം. കാരണം സിലബസ് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമൊക്കെ ആ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ യു ഷുഡ് ചെക്ക് ദി നോട്ടിഫിക്കേഷൻ ഓഫ് UPSC. എല്ലാ വർഷവും ഏകദേശം ജനുവരി ഫെബ്രുവരി മാസത്തിൽ അടുത്ത വർഷത്തേക്കുള്ള എക്സാമിനേഷൻ്റെ ഒരു പാറ്റേണും സിലബസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് UPSC ഒരു സിലബസ് നോട്ടിഫിക്കേഷൻ ഇറക്കാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ സിലബസ് അവൈലബിൾ ആണ്. അതിൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് സബ്ജക്റ്റ് വൈസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ഫൈനൽ ഇയറിലുള്ള കുട്ടികളായത് കാരണം നിങ്ങളൊരു സീരിയസ് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ആൾക്കാരായതുകൊണ്ട് ആദ്യം തന്നെ ആ ഒരു സിലബസ് എടുത്ത് തറവായിട്ട് വെക്കുക. പിന്നെ അത് ജസ്റ്റ് നിങ്ങൾ തന്നെ ഇരുന്ന് കുറച്ച് സമയം വായിച്ച് മനസ്സിലാക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പം യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ അതും കൂടെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ബേസിക് പ്ലാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാക്കുക. റാദർ ദാൻ നിങ്ങൾ ആദ്യം തന്നെ പോയി ഇയർ ബുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് വായിച്ച് കഴിയുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഫസ്റ്റ് ഒരു ബേസിക് റിസർച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കിയ ഒരു പ്രിപ്പറേഷനിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഏതൊരു സ്ഥലത്ത് യാത്ര പോകുമ്പോഴും ഫസ്റ്റ് നമ്മൾ എന്താ ഇടുന്നത്? ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ട് പിന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. വെറുതെ നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിയാൽ അതൊരിക്കലും അവസാനിക്കില്ല. അപ്പം ഈ ഒരു ജേണിയും അതുപോലെയാണ്. നമ്മൾ യൂഷ്വലി ഈ ആസ്പിരൻറ്റ് സർക്കിളിൽ നമ്മൾ പറയാറുണ്ട്, ഇതൊരു സ്പ്രിൻ്റ് അല്ല, ഇതൊരു മാരത്തൺ ആണെന്നുള്ളൊരു കാര്യം. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് വരിക, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുക, സർവീസിൽ കയറുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല ഹൗ ലോങ് ദിസ് ജേണി വിൽ ടേക്ക് എന്നുള്ളൊരു കാര്യം. അപ്പം നിങ്ങൾ ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി നിങ്ങളുടെ ആ ഒരു സിലബസും ക്ലാരിറ്റിയും ഒക്കെ പ്രോപ്പറായിട്ട് വരുത്തിയതിന് ശേഷം നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ ഇതിൽ ഡു എന്ന് പറയുന്നത് നിങ്ങൾ സിലബസ് എടുക്കുക, നോട്ടിഫിക്കേഷൻ എടുക്കുക, അത് വായിക്കുക, നിങ്ങളുടെ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കുക. ഇതിൽ ഡോണ്ട് എന്ന് പറയുന്നത് ഡോണ്ട് ജസ്റ്റ് റാൻഡംലി സ്റ്റാർട്ട് റീഡിങ് ബുക്സ്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് എന്താ പറയുക, നമ്മൾ ഇൻ ബിറ്റ്വീൻ വിൽ ഗെറ്റ് ലോസ്റ്റ്. അപ്പം ആ ഒരു ഐഡിയ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വെക്കുക. അപ്പം നമ്മൾ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഈ ഒരു പോപ്പ് കൾച്ചറൽ റെഫറൻസ് വെച്ചിട്ട് പറയാറുണ്ട്. ഒരു സിനിമയിൽ ഈ മാമുക്കോയ മുകേഷ് ഉള്ളപ്പം വന്നടിച്ചിട്ട് എനിക്ക് തോന്നുന്നു മുകേഷ് ഒരാളെ പിടിച്ചു നിർത്തി കഴിച്ചിട്ട് മാമുക്കോയ വന്നൊരു അടി കൊടുത്തിട്ട് എന്താ ബാലകൃഷ്ണ പ്രശ്നം എന്ന് ചോദിക്കൂലേ. അപ്പോൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിലൊരു ട്രാക്കില്ലാതെ പ്രിപ്പയർ ചെയ്തിട്ട് ഫസ്റ്റ് പ്രിലിംസിൻ്റെ പേപ്പർ കാണുമ്പോഴത്തേക്കും ഓക്കെ പഠിച്ച ലൈക്ക് മെത്തേഡൊക്കെ റോങ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചോദിക്കും എന്തായിരുന്നു ബാലകൃഷ്ണ സിലബസ് എന്ന്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു മെത്തേഡിലേക്ക് പോവാതെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞതുപോലെ you understand the syllabus, you understand the demand of the examination, you make your own strategy to how to like go ahead with it. അപ്പം ആ ഒരു കാര്യമാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സെക്കൻഡ് പോയിന്റ്, മേക്ക് യുവർ ഫൗണ്ടേഷൻ സ്ട്രോങ്. അപ്പം അതും ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് കോറിലേറ്റ് ചെയ്യാം. ചില ആൾക്കാർ ഇപ്പം ഡയറക്റ്റ്ലി നമ്മൾ ഇപ്പം ഗൂഗിളൊക്കെ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് കുറച്ച് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണും. ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ശങ്കറിൻ്റെ എക്കണോമിക്സിൻ്റെ ബുക്കുണ്ട്, ലക്ഷ്മികാന്ത് ആണെങ്കിൽ പോളിറ്റി ഉണ്ട്, ജോഗ്രഫി ആണെങ്കിൽ GC ലിയോങ് ഉണ്ട്. അപ്പം കുറേ സ്റ്റാൻഡേർഡ് ബുക്സ് നമുക്കുണ്ട്.
അപ്പം നമ്മൾ എല്ലാവരും ചിലപ്പം എല്ലാവരുടെയും ലെവൽ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. നമ്മൾ റാദർ ദാൻ ഗോയിങ് ആൻഡ് ഡയറക്ട്ലി റീഡിങ് ദീസ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് നമ്മൾ നമ്മളുടെ തന്നെ ലെവൽ അസസ് ചെയ്യുക. ഈ UPSC പ്രിപ്പറേഷൻ്റെയും സിലബസിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന NCERTs ആണ്. അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം മനസ്സിരുത്തി അത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. എനിക്കെന്തായാലും ആ ഒരു ബേസിൽ ഒരുപാട് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പ്രിപ്പറേഷൻ തുടങ്ങി കുറച്ച് സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങളിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി കുറവുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പോയി ഒരു 6ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ 7ാം ക്ലാസ് തൊട്ടുള്ള NCERT വായിക്കുന്നതിൽ നമ്മൾ കുറച്ചിലൊന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മൾ പിന്നെ അതിന് മുകളിൽ ബിൽഡ് ചെയ്യുന്നതൊക്കെ വീക്കായിരിക്കും. ഒരു ഷേക്കി ഫൗണ്ടേഷൻ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ കെട്ടുന്ന ബിൽഡിങ് സ്ട്രോങ് ആയിരിക്കില്ല. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നിങ്ങൾ സബ്ജക്റ്റ് വൈസ് അനലൈസ് ചെയ്യുക. ചിലപ്പം ചില ആൾക്കാർക്ക് ഇപ്പം എക്കണോമിക്സ് ഒക്കെ മേജറായിട്ട് കോളേജിൽ ചെയ്ത ആൾക്കാർക്ക് മേ ബി അവർക്ക് തിരിച്ച് NCERT എക്കണോമിക്സും കാര്യങ്ങളൊന്നും വായിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ജോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ അതുപോലെയാണ്. അപ്പം ചില ആൾക്കാർക്ക് ചില സബ്ജക്റ്റിന് അവർക്ക് ഫൗണ്ടേഷൻസ് വീക്കായിരിക്കും, ചില ആൾക്കാർക്ക് ചില സബ്ജക്ട്സിന് സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ തന്നെ അസസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ആ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ട് NCERT വായിച്ച് തുടങ്ങുക. അപ്പോൾ അതിലൊരു കുറച്ചിലും കാണണ്ട. നിങ്ങളിപ്പം ചെറിയ കുട്ടികൾ വായിക്കുന്ന ബുക്കല്ലേ, എനിക്കതൊക്കെ അറിയാമെന്നുള്ളൊരു ഫാൾസ് പ്രൈഡൊന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. യു സ്റ്റാർട്ട് റീഡിങ് NCERTs. അപ്പം അത് വായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആവും. അപ്പോൾ അത് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു എത്രത്തോളം വേരിറങ്ങിയിട്ടുണ്ടോ അത്രത്തോളമാണ് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു മരത്തിന് പിടിച്ച് നിൽക്കാൻ പറ്റുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം മൾട്ടിപ്പിൾ റൗണ്ടും ഈ ഒരു എക്സാം സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആണെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ എക്സാം എൻവയോൺമെൻറ്റിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ സെക്കൻഡ് പോയിന്റ് ഇസ് മേക്ക് യുവർ ഫൗണ്ടേഷൻ സ്ട്രോങ്. നേരെ പോയി നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സ് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാതെ വായിച്ച് തുടങ്ങരുത്. ഇത് ഞാൻ ഒരുപാട് ഇപ്പം ഈവൻ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിലും ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളൊരു പ്രവണതയാണ്. അതാണ് ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം. സോ തേർഡ് പോയിന്റ് ഈസ് ഹാവ് എ ടൈം ടേബിൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മാരത്തൺ ആണ്, ഇതൊരു സ്പ്രിൻ്റ് അല്ല. അപ്പം നമ്മൾ യൂഷ്വലി നോക്കുവാണെങ്കിൽ മിനിമം ഒരു വർഷത്തെ പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് എല്ലാവരും കൊടുക്കാറുണ്ട്. ഈ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേണും സൈക്കിളും എല്ലാവർക്കും അറിയാലോ അല്ലേ? പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ, ആ ഒരു ടൈം ലൈൻ എല്ലാവർക്കും അറിയാലോ അല്ലേ? ഏത് മാസത്തിലാണ് യൂഷ്വലി പ്രിലിംസ് നടക്കുക? മെയ് ജൂൺ ആ ഒരു സമയത്ത്. പിന്നീട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്ത് മെയിൻസ് നടക്കും. പിന്നെ നെക്സ്റ്റ് ജനുവരി തൊട്ട് ഇൻ്റർവ്യൂ തുടങ്ങും. നെക്സ്റ്റ് മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു സമയത്തായിരിക്കും ഫൈനൽ റിസൾട്ട് വരിക. അപ്പം ഏകദേശം ഈ എക്സാമിനേഷൻ പ്രോസസ്സ് തന്നെ 1 വർഷം നീണ്ടതാണ്. അതിന് മുന്നേ മോസ്റ്റ്ലി എല്ലാവരും തന്നെ 1 വർഷത്തെ ഒരു പ്രിപ്പറേഷൻ കൊടുക്കാറുണ്ട്. അപ്പം മൊത്തം എത്ര വർഷമായി? 2 വർഷമായി. അപ്പോൾ 2 വർഷം നമ്മളൊരു ടൈം ടേബിളും ഒരു ട്രാക്കൊന്നും ഇല്ലാന്ന് പഠിച്ചാൽ എന്ത് പറ്റും? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എക്സോസ്റ്റഡ് ആവും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ലക്ഷ്യം മാറിപ്പോകും. ഇതിൻ്റെ സിലബസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസാണ് UPSCയുടെ. അപ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ യു ഷുഡ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. നമ്മളതിനെ സ്മോൾ ചങ്ക്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ തന്നെ ഒരു പ്ലാനും കൊണ്ട് വരിക. ലൈക്ക് ഇപ്പം നമുക്ക് എന്താ പറയുക, ഇഫ് യു ക്യാൻ മോസ്റ്റ്ലി ചില ആൾക്കാർ PCM ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ സെൽഫ് സ്റ്റഡിയിലേക്ക് പോകാറുണ്ട്. ചില ആൾക്കാർ ലൈക്ക് ഫുള്ളി സെൽഫ് സ്റ്റഡി പോകാറുണ്ട്. അത് നിങ്ങളുടെ ചോയ്സ്. അതിന് ഞാൻ ഒരു പ്രോപ്പർ റെക്കമെൻഡേഷൻ തരുന്നില്ല. അത് ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ നിങ്ങളൊരു ലക്ഷ്യം വെച്ച് പഠിക്കുക. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാവർക്കും ഒരു മാക്രോ ടൈം ടേബിൾ, ഒരു മൈക്രോ ടൈം ടേബിൾ ഉണ്ടാകും. അതായത് ആദ്യത്തെ 2-3 മാസം കൊണ്ട് ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി ഒരു സബ്ജക്ട്സ് കവർ ചെയ്യണം, അത് റിവൈസ് ചെയ്യണം. ഇതായിരിക്കും നിങ്ങളുടെ ഒരു മാക്രോ ടൈം ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ അവരത് ഒരു വീക്ക്ലി ഒരു ഷെഡ്യൂൾ ആക്കിയിട്ട് മാറ്റും. ഇപ്പോൾ പോളിറ്റി ആണെങ്കിൽ ഇത്ര ചാപ്റ്റർ കവർ ചെയ്യണം, അതിൻ്റെ NCERT വായിക്കണം, സ്റ്റാൻഡേർഡ് ബുക്ക് വായിക്കണം, അതിൻ്റെ PYQ ചെയ്യണം. ഈ രീതിയിൽ അവർ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിനോടൊപ്പം തന്നെ ജോഗ്രഫി വായിക്കണം, അതിനോടൊപ്പം തന്നെ എക്കണോമിക്സ് വായിക്കണം. ആ രീതിയിൽ അവരൊരു വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടാക്കും. ദെൻ അഗെയിൻ ഇതിനൊരു ഡെയിലി ടൈം ടേബിൾ ആയിട്ട് മാറ്റും. ഡെയിലി പഠിക്കാനിരിക്കുന്നതിന് മുന്നേ ഒരു ഐഡിയ അവരുടെ മുന്നിൽ കാണും. നമ്മൾ രാവിലെ ജസ്റ്റ് പോയിട്ട് ഒരു ബുക്ക് എടുത്ത് വായിച്ചു തുടങ്ങി ഓക്കെ ആ സിലബസ് കവർ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചാൽ അതെവിടെ എത്തില്ല. അപ്പം ആ ഒരു ടൈം ടേബിൾ ആക്കി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ 2 വർഷം നീണ്ടു നിൽക്കുന്നൊരു ജേണിയാണ്. അപ്പോൾ ഇവിടെ ടൈം ടേബിൾ ഇല്ലെങ്കിൽ വീൽ ഗെറ്റ് ലോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഡെസ്റ്റിനേഷൻ ഇടാതെ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നൊരു ഫീലായിരിക്കും നിങ്ങൾ ടൈം ടേബിൾ ഇല്ലാതെ പഠിച്ചു തുടങ്ങിയാൽ. സോ തേർഡ് പോയിന്റ് ഈസ് മേക്ക് യുവർ ഓൺ ടൈം ടേബിൾ. ഞാൻ പറഞ്ഞ പോലെ ലോങ് ടൈം ഒരു ടാർഗറ്റ്സ് വെക്കുക. അതിനുശേഷം യു ക്യാൻ ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു സ്മോൾ ചങ്ക്സ്. ഒരു വീക്ക്ലി ടാർഗറ്റ്സോ അല്ലെങ്കിൽ ഡെയിലി ടാർഗറ്റ്സോ ഒക്കെ വെക്കുക. 100% ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതാർക്കും പറ്റില്ല. നമ്മളിപ്പം ഡെയിലി ഒരു 7 hours അല്ലെങ്കിൽ 8 hours ടാർഗറ്റ് വെച്ചിട്ട് കൺസിസ്റ്റൻ്റ്ലി നമ്മൾ എല്ലാ ആഴ്ചയും പഠിക്കുക എന്ന് പറഞ്ഞാൽ ഹ്യൂമൻലി നടക്കുന്ന കാര്യമല്ല. നമ്മൾ മോസ്റ്റ്ലി ചിലപ്പോഴൊക്കെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഹാവ് ദ ടൈം ടേബിൾ വിത്ത് യു. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ ദിസ് ലോങ് റൺ. ഞാൻ പറഞ്ഞ പോലെ മോസ്റ്റ്ലി എല്ലാവരും മിനിമം ഒരു 2 years എടുക്കുന്ന ജേണിയാണ്. അത് ഫ്രം ദ ഡേ യു സ്റ്റാർട്ട്, ഫ്രം ദ ഡേ റിസൾട്ട്സ് കം, അതുവരെ നിങ്ങൾ ആ ഒരു ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി കുറേ എക്സാംസിനൊക്കെ നമ്മൾ ഫസ്റ്റ് ലെവൽ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലെവൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദാറ്റ് സെക്കൻഡ് ലെവൽ. മോസ്റ്റ്ലി CA ഒക്കെ അങ്ങനെയാണ്. നിങ്ങൾ ഫസ്റ്റ് ആ ഒരു പ്രൈമറി ലെവൽ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ലൈക്ക് ആ സെക്കൻഡ് ലെവൽ മാത്രം കൊടുത്താൽ മതി. പക്ഷേ UPSC അങ്ങനെയല്ല. നമ്മളൊരു
എന്താ പറയുക, ഒരു സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന പോലെ. നമ്മൾ ഇവിടുന്ന് തുടങ്ങി ജസ്റ്റ് ഇൻ്റർവ്യൂ സ്റ്റേജിൽ നമ്മുടെ പേര് വന്നില്ലെങ്കിൽ അഗെയിൻ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താ പറയുക, വി കനോട്ട് റിയലി സെറ്റ്. ഞാൻ പറഞ്ഞ ബെസ്റ്റ് പോസിബിൾ സിനാരിയോ ആണ് ഒരു 2 വർഷത്തെ ഒരു സീരിയസ് പ്രിപ്പറേഷൻ. അപ്പം നിങ്ങളിപ്പം ഒരു ഇൻ്റർവ്യൂ വരെ എത്തുവാണെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞിട്ടും യു വിൽ ബി പ്രിപ്പയറിംഗ് ഫോർ ദ നെക്സ്റ്റ് പ്രിലിംസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഓക്കെ ഇനിയൊരു അറ്റംപ്റ്റ് കൊടുക്കേണ്ട എന്നുള്ള റിലീഫായിരിക്കും. മോസ്റ്റ്ലി ഹാപ്പിനെസ്സിനെ കഴിഞ്ഞും കൂടുതൽ റിസൾട്ട് വരുമ്പോൾ ഞാൻ ആസ്പിറൻസിൻ്റെ ഇടയിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും കണ്ടിട്ടുള്ള ഒരു റിലീഫാണ്. ലൈക്ക് യു ഹാവ് ഗോട്ട് എന്താ പറയുക, ആ ഒരു സൈക്കിളിൽ നിന്നൊരു മുക്തി കിട്ടിയ ഒരു റിലീഫായിരിക്കും കൂടുതൽ ആൾക്കാർക്കും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ മിനിമം 2 years ആണ്. ഇറ്റ് ക്യാൻ ഗോ അപ്പ് ഓൾസോ. സോ നിങ്ങളൊരു ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കുക. അതാണ് 3rd പോയിന്റ് എന്ന് പറയുന്നത്. 4th പോയിന്റ് റിവിഷൻ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ മോസ്റ്റ്ലി എന്താ പറയുക, ചില ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, നമ്മൾ മാക്സിമം ഈ ബുക്സ് വായിച്ച് പോകുന്നതാണ് നമ്മൾ നോളജ് അക്യുമുലേഷനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 1 വർഷം പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സാമിനേഷൻ്റെ പ്രിലിംസ് കൊടുക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ആദ്യം വായിച്ച ബുക്ക് ഏതാണെന്ന് പോലും അതിലെ കണ്ടൻസ് എന്താണെന്ന് പോലും ഓർമ്മ കാണില്ല. അപ്പം മിനിമം ഒരു 3 to 4 times റിവിഷൻ നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. അതിൻ്റെ ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഫുൾ ഇയർ വേസ്റ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നിങ്ങൾ ടൈം ടേബിൾ ആക്കുമ്പം ആ ടൈം ടേബിളിനകത്തും റിവിഷനായിട്ടുള്ളൊരു സ്ലോട്ട് കരുതിയിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഒരു ഡിഫറൻസ് എന്താണെന്നറിയോ എക്സാമിനേഷൻ്റെ? പ്രിലിംസ് MCQ ആണ്, മെയിൻസ് റിട്ടൺ ആണ്. പ്രിലിംസിൽ ആൻസർ നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. നമുക്ക് 4 ചോയ്സ് ഉണ്ട്. ആ ഒരു 4 ചോയ്സിൻ്റെ അകത്ത് ഒരെണ്ണമാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ആൻസർ റെക്കഗ്നൈസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് മൊത്തം റീകോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ റോങ് ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ആൻസർ റെക്കഗ്നൈസ് ചെയ്താൽ മതി. പക്ഷേ മെയിൻസിൽ നമുക്ക് പലപ്പോഴും ഈ ഫാക്ട്സും കാര്യങ്ങളും ഡയഗ്രാംസും എല്ലാം റീകോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരിടത്ത് നിങ്ങൾ ആൻസർ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ മേ ബി നമുക്കൊരു കുറച്ചൊരു ക്ലാരിറ്റി ഇല്ലെങ്കിലും ചില സമയത്ത് പ്രിലിംസിലേക്ക് നമുക്ക് ആൻസറിലേക്കൊക്കെ എത്താൻ പറ്റും. അപ്പോൾ മെയിൻസിൽ നിങ്ങൾക്ക് ആ ഒരു സാധനം റീകോൾ ചെയ്യണം. അപ്പോൾ മെയിൻസിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒരു ഷോർട്ട് നോട്ടാക്കിയും നോട്ട് മേക്കിങ്ങിനെ കുറിച്ച് അയാൾ ഡിസ്കസ് ലേറ്റർ. അപ്പം ആ ഒരു രീതിയിൽ മെയിൻസിന് നിങ്ങൾ കുറച്ചും കൂടി ഒരു റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പ്രിലിംസും പഠിക്കണം, പക്ഷേ പ്രിലിംസിന് ചിലപ്പം ഈ ഒരു ആൻസർ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉള്ളതുകൊണ്ട് യു ജസ്റ്റ് ഹാവ് ടു റെക്കഗ്നൈസ് ദ റൈറ്റ് ആൻസർ. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു പ്രോപ്പറായിട്ട് റിവിഷൻ ഇല്ലെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് പറ്റിയൊരു കാര്യമായിരുന്നു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിലും നമ്മളൊരു എന്താ പറയുക, ഒരു അവിയൽ കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് PCM കഴിഞ്ഞു, പിന്നെ നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചപ്പം എല്ലാം പ്രോപ്പർലി കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രിലിംസിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഇപ്പം നമ്മൾ റോങ് ആൻസേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ മെയിൻസിലേക്ക് വന്നപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളിൽ ഈ ഫാക്ട്സും കാര്യങ്ങളും ആൻസേഴ്സൊന്നും റീകോൾ ചെയ്യാൻ പറ്റാതെ ഫസ്റ്റ് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം തൊട്ട് നിങ്ങൾ പഠിക്കുമ്പം റിവിഷൻ നിങ്ങളുടെ ഒരു സ്റ്റഡി മെത്തഡോളജിയുടെ ഇൻ്റഗ്രൽ പാർട്ടായിട്ട് വെക്കുക. അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് ലോസ്റ്റ്. നമ്മൾ ആ ഒരു ഇട്ട എഫേർട്ടൊക്കെ വെറുതെ ആയി പോകുന്ന രീതിയിലേക്ക് വരും. സോ അതായിരുന്നു 4th പോയിന്റ്, റിവിഷൻ. സോ 5th പോയിന്റ് ഈസ് ബാലൻസ്ഡ് പ്രിപ്പറേഷൻ. നമുക്കറിയാം, നമുക്ക് പ്രിലിംസ് ഉണ്ട്, പ്രിലിംസിൽ തന്നെ GS ഉണ്ട്, CSAT ഉണ്ട്. പിന്നെ മെയിൻസിന് എത്ര പേപ്പർ ഉണ്ട്? 9 പേപ്പേഴ്സ്. അതിൽ 2 എണ്ണം ക്വാളിഫയിങ് ആണ്, ബാക്കി 7 എണ്ണത്തിൻ്റെയാണ് നമ്മൾ മാർക്ക് ഫൈനൽ ഇതിലേക്ക് കൂട്ടുന്നത്. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ ചേർത്തിട്ടാണ് ഫൈനൽ ലിസ്റ്റ് വരുന്നത്. അപ്പം ചില ആസ്പിറൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എൻ്റെ ചില ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്, ചില ആൾക്കാർ ആദ്യം തന്നെ മേ ബി മെയിൻസിന് പഠിച്ചു തുടങ്ങും. അവർ പ്രിലിംസ് കംപ്ലീറ്റ്ലി ഡിസ്കാർഡ് ചെയ്യും. ചില ആൾക്കാർ ഫുള്ളി പ്രിലിംസിന് മാത്രമായിരിക്കും. ഒരു ജൂണിൽ അവർ പ്രിപ്പറേഷൻ തുടങ്ങുവാണെങ്കിൽ അടുത്ത ജൂൺ വരെ അവർ പ്രിലിംസ് മാത്രമായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുക. അവർ മെയിൻസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് കംപ്ലീറ്റ്ലി ഡിസ്കാർഡ് ചെയ്യും. ചില ആൾക്കാർ ഇതിൽ രണ്ടിലും പെടാത്ത ആൾക്കാരുണ്ട്. ആദ്യം തന്നെ അവർ ഇൻ്റർവ്യൂവിനെ കുറിച്ച് വറിയിടായിരിക്കും. ലൈക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് എന്ത് ഡ്രസ്സാണ് ഇടേണ്ടത്, അതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ പറയുവാണെങ്കിൽ നമ്മളെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ പ്രൈമറിലി നമ്മൾ പ്രിലിംസിനും മെയിൻസിനും ഈക്വൽ അല്ലെങ്കിൽ ആ ഒരു ടൈം പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കണം. നമ്മളൊരു ജൂണിലൊക്കെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുവാണെങ്കിൽ നെക്സ്റ്റ് ജൂണിലാണ് നമുക്ക് പ്രിലിംസ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് 3 months നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിലിംസിന് വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ പ്രിലിംസ് മാത്രം എന്താ പറയുക, പ്രിലിംസ് ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. അപ്പോൾ അതിന് നമ്മൾ 200-ൽ 100 വാങ്ങിയാലും 199 വാങ്ങിയാലും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പം അതിൽ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. കാരണം പ്രിലിംസിൻ്റെ മാർക്ക് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ കണക്കാക്കുന്നില്ല. അപ്പോൾ പ്രിലിംസ് യു ജസ്റ്റ് ഹാവ് ടു ക്വാളിഫൈ ദാറ്റ് എക്സാമിനേഷൻ. അപ്പം അത് നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം പ്രിലിംസ് മെയിൻസ് ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം. എസ്പെഷ്യലി പ്രിലിംസിനൊരു 3-4 മാസം മുന്നേ വരെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി പ്രിലിംസിനായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ മാറ്റി വെക്കാം. അതിന് മുന്നേ നിങ്ങൾ മെയിൻസിനും കൂടെ ഈക്വൽ വെയിറ്റേജ് കൊടുക്കണം. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഓവർലാപ്പ് വരുന്ന ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് ഒരേപോലെ 2 ഇതിലും പഠിക്കേണ്ട ടോപ്പിക്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഡേൺ ഇന്ത്യ നിങ്ങൾക്ക് 2 പ്രിലിംസിനും മെയിൻസിനും പഠിക്കേണ്ട ടോപ്പിക്കാണ്. പിന്നെ എക്കണോമിക്സിൻ്റെ കുറേ ഭാഗങ്ങൾ പ്രിലിംസിനും മെയിൻസിനും പഠിക്കണം. സയൻസ് ആൻഡ് ടെക്കിൻ്റെ കുറേ ഭാഗങ്ങൾ പ്രിലിംസിനും മെയിൻസിനും പഠിക്കണം.
അപ്പോൾ നിങ്ങൾ ആദ്യം ഈ രീതിയിൽ ഡിവൈഡ് ചെയ്യുക. ലൈക്ക് ഓവർലാപ്പ് വരുന്ന പാഠഭാഗങ്ങൾ എക്സ്ക്ലൂസീവ്ലി മെയിൻസിന് വരുന്നത്, അപ്പോൾ അതിൽ ഓപ്ഷണലും പെടും, ഓപ്ഷണലിൽ ചില ഭാഗങ്ങളും അതിൽ പെടും. പിന്നെ എക്സ്ക്ലൂസീവ്ലി പ്രിലിംസിന് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പാഠഭാഗങ്ങൾ. കാരണം പ്രിലിംസിന് നമ്മൾ ചില സബ്ജക്ട്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പഠിക്കുമ്പം സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ കുറച്ച് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ പ്രിലിംസിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട പാഠഭാഗങ്ങളുണ്ട്, ഓവർലാപ്പ് ചെയ്യുന്ന പാഠഭാഗങ്ങളുണ്ട്, എക്സ്ക്ലൂസീവ്ലി ഫോർ മെയിൻസിനുള്ള പാഠഭാഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മേ ബി നിങ്ങളുടെ ആദ്യത്തെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ലൈക്ക് ആ ഒരു ഓവർലാപ്പ് വരുന്നൊരു പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബേസ് ഏകദേശം സ്ട്രോങ് ആവും രണ്ടിന് വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ മെയിൻസിന് എക്സ്ക്ലൂസീവ്ലി മെയിൻസിനായിട്ടുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു തുടങ്ങുക. അതിനോടൊപ്പം ആൻസർ റൈറ്റിങ്ങും ചെയ്യുക, ഓപ്ഷനിലും കൊണ്ടുപോകുക. കാരണം നമ്മൾ ആദ്യം ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആൻസർ റൈറ്റിങ്ങിലേക്ക് എത്തിയിട്ട് കാര്യമുള്ളൂ. നമ്മൾ ഡേ 1 ആൻസർ റൈറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ലൈക്ക് വി വോണ്ട് ബി ഹാവിങ് ഇനഫ് കണ്ടന്റ് ടു പുട്ട് ദാറ്റ് ഇൻ ടു പേപ്പർ. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു സ്ട്രാറ്റജിയാണ്. എഗെയിൻ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു പ്രിഫറൻസിനനുസരിച്ച് ഫൈൻ ട്യൂൺ ചെയ്യാം. ആദ്യം ഓവർലാപ്പ് വരുന്നൊരു ടോപ്പിക് ഭാഗങ്ങൾ പഠിക്കുക, പിന്നെ എക്സ്ക്ലൂസീവ്ലി ഫോർ മെയിൻസിനുള്ള ഇൻക്ലൂഡിങ് ഓപ്ഷണൽ പഠിക്കുക, പിന്നെ എഗെയിൻ എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രിലിംസിനുള്ള പാഠഭാഗങ്ങൾ പഠിച്ചിട്ട് കൂടുതൽ ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക. എസ്പെഷ്യലി ഈ പ്രിലിംസിൻ്റെ ഒരു 3 മാസം മുന്നേ നിങ്ങൾ കൂടുതൽ ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക. അപ്പം അത് നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ബാലൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ എൻ്റെ തന്നെ ഒരു പ്രിപ്പറേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ആയിരുന്നു. അപ്പോൾ മെയിൻസിന് വന്നപ്പം മെയിൻസിന് പല പേർപ്പസ് ഉണ്ട്. നമുക്ക് ജനറൽ സ്റ്റഡീസ് ഉണ്ട്, എസ് എ ഉണ്ട്, ഓപ്ഷണലുണ്ട്. അപ്പം ജനറൽ സ്റ്റഡീസിന് എനിക്ക് എബോവ് ആവറേജ് മാർക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ ഒരു മെയിൻസിൽ കൂടുതൽ എഫേർട്ട് ഇട്ടത് മൊത്തം GS-നായിരുന്നു, GS-ൻ്റെ ആൻസർ റൈറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ആ വർഷം മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ മാർക്ക് ലിസ്റ്റ് വന്നിട്ട് ഈ അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് GS-ന് ലൈക്ക് ഐ ഹാഡ് എബോവ് ആവറേജ് മാർക്ക്, പക്ഷേ എസ് എയ്ക്കും ഓപ്ഷണലിനും ഭയങ്കര മാർക്ക് കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ എൻ്റെ പ്രിപ്പറേഷൻ ബാലൻസ്ഡ് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതേ മൈൻഡ് സെറ്റ് വെച്ചിട്ട് അടുത്ത അറ്റംപ്റ്റ് കൊടുത്തു. അടുത്ത അറ്റംപ്റ്റിലും പ്രിലിംസ് കയറി. അപ്പോൾ മെയിൻസിന് കയറിയപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഓക്കെ GS എന്തായാലും സെറ്റാണ്, ഇനി എസ് എയും ഓപ്ഷനിലും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തു. GS-ൻ്റെ ടെസ്റ്റ് സീരീസ് ഒക്കെ സ്കിപ്പ് ചെയ്തങ്ങ് എഴുതാൻ തുടങ്ങി. അപ്പം ആ വർഷവും ലിസ്റ്റിൽ കയറി, പക്ഷേ 310 ആയിരുന്നു റാങ്ക്. പക്ഷേ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ എസ് എയുടെയും ഓപ്ഷനുടെയും മാർക്ക് കയറി, പക്ഷേ GS-ൻ്റെ മാർക്ക് ഒരു എബോവ് ആവറേജിൽ നിന്ന് താഴേക്ക് പോയി. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ ആ ഒരു ബാലൻസ് ഇപ്പോഴത്തെ സൈഡിലേക്ക് ടിൽറ്റഡായി. അപ്പോൾ തേർഡ് അറ്റംപ്റ്റിൽ എനിക്ക് ആ ഒരു സംഭവം മനസ്സിലായി. നമ്മളൊരു എന്താ പറയുക, ഒരു റാങ്ക് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സർവീസിലേക്ക് എത്തണമെങ്കിൽ യു ഹാവ് ടു ബാലൻസ് യുവർ പ്രിപ്പറേഷൻ. എല്ലാത്തിനും ഒരേപോലെ മാർക്ക് വന്നാലേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരു നല്ല രീതിയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഇപ്പം നമ്മൾ വരുമ്പോഴത്തേക്കും ഓപ്ഷനിൽ കൂടിയ കൂടുതൽ മാർക്ക് വാങ്ങിയവർക്ക് പ്രത്യേക പ്രിഫറൻസോ, അല്ലെങ്കിൽ GS-ന് കൂടുതൽ മാർക്ക് വാങ്ങിയവർക്ക് പ്രത്യേക പ്രിഫറൻസോ, നല്ല രീതിയിൽ എസ് എഴുതിയവർക്ക് പ്രത്യേക പ്രിഫറൻസോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു ബാലൻസ്ഡ് പ്രിപ്പറേഷൻ നിങ്ങൾ ആദ്യം തൊട്ടേ കൊണ്ടുവരാൻ നോക്കണം. എസ്പെഷ്യലി മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പം ചില ആൾക്കാർ GS മാത്രം നോക്കും, ചില ആൾക്കാർ മെയിൻസ് എന്താ പറയുക ഓപ്ഷണൽ മാത്രം നോക്കും, ചില ആൾക്കാർ എസ് എ മാത്രം എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ ആവാതെ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ടൈം ടേബിളിൽ ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ട് അത് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കുക. അപ്പം ഈ പ്രിപ്പറേഷൻ സ്റ്റേജിലാണെങ്കിലും നമ്മൾ കാണുന്നൊരു കാര്യമാണ്, നമ്മൾ ചില ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ചില ആൾക്കാർ സബ്ജക്റ്റ് എക്സ്പേർട്സ് ആയിരിക്കും, ചില ആൾക്കാർ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൽ എന്ത് വന്നാലും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അവർ ആ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിരിക്കും. ചില ആൾക്കാർ ഹിസ്റ്ററി ബഫ്സ് ആയിരിക്കും, അവർക്ക് ഹിസ്റ്ററിയിലുള്ള എന്ത് ചോദിച്ചാലും അവർ ഒരു സബ്ജക്റ്റിൻ്റെ ലൈക്ക് മൾട്ടിപ്പിൾ ബുക്സ് അവർ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ നെക്സ്റ്റ് പോയിന്റ്, ലൈക്ക് 6th പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലിമിറ്റ് യുവർ സോഴ്സസ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് UPSC പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ ഇപ്പം ഈ ആഴത്തിലുള്ളൊരു വായനയെ കഴിഞ്ഞ് കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊരു പരന്ന വായന വേണം. കാരണം ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഈ ഒരു സിലബസിൻ്റെ വിഡ്ത്ത് അങ്ങനെയാണ്. നമുക്ക് ഹിസ്റ്ററി, ജോഗ്രഫി നമ്മൾ പറയുകയാണെങ്കിൽ എവറിത്തിങ് അണ്ടർ ദ സ്കൈ എന്ന് നിങ്ങൾ പറയാറുണ്ട്. പക്ഷെ നമുക്ക് പഠിച്ചു കഴിയുമ്പം വി ക്യാൻ ലൈക്ക് ഫിൽട്ടർ ഇറ്റ് ഡൗൺ ടു പ്രോപ്പർ സിലബസ്. പക്ഷേ എന്നാലും ഒരുപാട് പരന്നുള്ള വായന വേണ്ട ഒരു പ്രിപ്പറേഷൻ എക്സാമിനേഷനാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എക്സ്പേർട്സ് ആവുക എന്നതിലുപരി ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം. പല ആൾക്കാരും അങ്ങനെ ലൈക്ക് ലോസ്റ്റായി പോകുന്നത് ഞാൻ കാണാറുണ്ട്. ഇപ്പം ഹിസ്റ്ററിയിൽ താല്പര്യമുള്ള ആൾക്കാർ അവർ ഹിസ്റ്ററിയുടെ ഒരു ബുക്ക് വായിക്കും, 2 ബുക്ക് വായിക്കും, മൾട്ടിപ്പിൾ സോഴ്സസ് വായിക്കും. അപ്പോൾ അവർ ഹിസ്റ്ററിയിൽ അവർ എക്സ്പേർട്സ് ആയിരിക്കും. പക്ഷേ അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്ക്യൂഡായിരിക്കും. അവർ ആ ഒരു ഹിസ്റ്ററിക്ക് മാത്രം വെയിറ്റേജ് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ നോക്കാതെ പോയി കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ് വോണ്ട് ഹെൽപ്പ് യു. അപ്പം നിങ്ങളൊരു ഹിസ്റ്ററി എക്സ്പേർട്സോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൽ എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു എക്കണോമിക്സിന് സബ്ജക്റ്റ് എക്സ്പേർട്ടോ ആവുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഈ ഒരു പ്രിപ്പറേഷൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എയിം ഷുഡ് ബി ടു ക്ലിയർ ദിസ് എക്സാമിനേഷൻ. ആ ഒരു എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യണം. നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് കൂടുതൽ മാർക്ക് കിട്ടിയെന്നതുകൊണ്ട് ഒരു പ്രത്യേക അഡ്വാൻറ്റേജും നമുക്ക് UPSCക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം ആ ഒരു പരന്ന വായനയുടെ ഒരു ഫോക്കസ് വെക്കാൻ നോക്കണം. ലിമിറ്റ് യുവർ സോഴ്സസ് ടു 1 or 2 ബുക്സ് പെർ സബ്ജക്റ്റ്. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ആവശ്യത്തിന് റിസർച്ചൊക്കെ ചെയ്തിട്ട് 1 or 2 ബുക്സിലേക്ക് ലിമിറ്റ് ചെയ്യുക. അത് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക. നമ്മൾ ഒരു സബ്ജക്റ്റിൽ ഒരു 10 ബുക്ക് വായിക്കുന്നതിനെ കഴിഞ്ഞും ഏറ്റവും നല്ലത് ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ബുക്ക് 10 തവണ വായിക്കുന്നതാണ്. കാരണം നമുക്കവിടെ കൺസെപ്റ്റ്
കൺസെപ്ച്വൽ ക്ലാരിറ്റി വരും, നമുക്കവിടെ ഒരു നോളജ് ബേസ് സ്ട്രോങ് ആവും. അത് വെച്ചിട്ട് നമുക്ക് ആൻസറും കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ലിമിറ്റ് യുവർ സോഴ്സസ്. പ്രത്യേകിച്ചും ഇന്നിപ്പം നമ്മളറിയാം, നമ്മൾ കുറച്ചും കൂടെ ഒരു ഓൺലൈൻ പ്രിപ്പറേഷൻ മോഡിലേക്കാണ് എല്ലാവരും പോകുന്നത്. നമ്മൾ സോഴ്സസും കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത്. അപ്പം വി ഹാവ് അബൻഡൻസ് ഓഫ് കണ്ടന്റ്. അപ്പം നമ്മൾ ഇഫ് യു സ്റ്റാർട്ട് റണ്ണിങ് ബിഹൈൻഡ് ദ കണ്ടന്റ്, യു വിൽ ഗെറ്റ് ലോസ്റ്റ് ഇൻ ദാറ്റ്. അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളിപ്പം എന്താ പറയുക, എഗെയിൻ ഇഫ് യു വാണ്ട് മീ ടു ബ്രിങ് എ പോപ്പ് കൾച്ചർ റെഫറൻസ്, നമ്മൾ CID മൂസലൊരു സീനുണ്ട്. ഈ ഫ്ലാറ്റ് എവിക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈശ്വര എൻ്റെ മിക്സി, ഈശ്വര എൻ്റെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ബിന്ദു പണിക്കർ ഓടുന്നൊരു സീനുണ്ട്. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ നമ്മൾ പല സബ്ജക്ട്സിൻ്റെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഈ ക്രിസ്പ് കണ്ടൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇത് പഠിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് കുട്ടീനെ താഴെ വെച്ചിട്ട് വേറെ ഇറലവൻ്റ് ആയിട്ടുള്ള കണ്ടൻസിൻ്റെ പുറകെ പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് കുട്ടീനെയാണ്. അതായത് കോർ സിലബസും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സും ആണ് ആദ്യം കവർ ചെയ്യേണ്ടത്. അതിനുശേഷമേ നമ്മൾ ഈ വാല്യൂ അഡീഷൻ മെറ്റീരിയൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് പുറകെ ഓടാവുള്ളൂ. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. റദർ ദാൻ റീഡിങ് 10 books ഫോർ 1 സബ്ജക്റ്റ്, നിങ്ങൾ ഒരു ബുക്ക് 10 പ്രാവശ്യം റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് ആ കൺസെപ്ച്വൽ ക്ലാരിറ്റിയും ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പം ആ ഒരു ഐഡിയയും നിങ്ങൾ മനസ്സിൽ വെക്കണം. അപ്പോൾ അതായിരുന്നു 6th പോയിന്റ്. 7th പോയിന്റ് ഈസ് നോട്ട് മേക്കിംഗ്. ഈ UPSC പ്രിപ്പറേഷനിൽ എസ്പെഷ്യലി സ്റ്റാർട്ടിങ് ടൈമിൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, എങ്ങനെ നോട്ട് ഉണ്ടാക്കണം, എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നോട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം. നിങ്ങൾ ആരെങ്കിലും നോട്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടോ? ഓൾറെഡി ഫൈനൽ ഇയറിലുള്ള സ്റ്റുഡൻസ് കുറച്ച് പേര് ഓക്കെ നോട്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു നോട്ട് ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി? നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് അതിൽ നിന്ന് എഴുതുവാണോ, അതോ സ്റ്റാൻഡേർഡ് ബുക്സ് നോക്കിയിട്ട് എഴുതുവാണോ? അങ്ങനെയുള്ള ആഫ്റ്റർ റീഡിങ് 3 times NCERT ബുക്ക് യു വിൽ സ്റ്റാർട്ട് മേക്കിംഗ് നോട്ട്സ്. ഓക്കെ, അത് നല്ല കാര്യമാണ്. അപ്പം ഈ നോട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഒരു സിറോക്സ് മെഷീനായി മാറാൻ പാടില്ല. അപ്പം ഞാനിപ്പം എഗെയിൻ അത് ഞാനും ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിലും ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യകാലങ്ങളൊക്കെ ഞങ്ങൾ നോട്ട് ഉണ്ടാക്കുമ്പം ഞങ്ങൾ ലക്ഷ്മികാന്ത് പൊളിറ്റി നോക്കിയിട്ട് നോട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എഴുതി തുടങ്ങും. അപ്പോൾ വായിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണല്ലോ തോന്നും. അവസാനം ഈ എഴുതി വന്നിട്ടുള്ള കാര്യം ഈ ലക്ഷ്മികാന്തിൻ്റെ ഒരു എക്സാക്ട് കോപ്പി ഇപ്പുറത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ നോട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. മേ ബി ആ ഒരു എഴുതുന്നതിൻ്റെ ഒരു റീകളക്ഷൻ കിട്ടുമായിരിക്കും. പക്ഷേ നോട്ട് മേക്കിങ്ങിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഈസി റിവിഷനും നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ നോട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ ഈസി റിവിഷനും നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. റാദർ ദാൻ നിങ്ങൾ ഒരു A to Z ഒരു ബുക്ക് കോപ്പി ചെയ്യുന്നതിനെ കഴിഞ്ഞും ആ ഒരു നോട്ട് മേക്കിങ്ങിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കുക ഇത് സിലബസിൽ എവിടെയാണ് ഫിറ്റ് ഇൻ ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ജോഗ്രഫി പഠിക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ ഇപ്പം എന്താ പറയുക, എവിടേക്കാണ് ഇപ്പം ലൈക്ക് കോട്ടൺ കൾട്ടിവേഷൻ എവിടേക്കാണ് നടക്കുന്നത്. അപ്പം നിങ്ങളത് എഴുതി വെക്കുന്നതിനെ കഴിഞ്ഞ് പകരം യു ഡ്രോ എ മാപ്പ്, അതിൽ നിങ്ങളൊരു ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ വൈറ്റ് കളറിലോ അത് ഷെയ്ഡ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്കത് റീകളക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും, പഠിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ഫാക്ട്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഷോർട്ട് പോയിന്റിലായിട്ട് എഴുതി വെക്കുക. എന്തെങ്കിലും എക്സാമ്പിളൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. എസ്പെഷ്യലി ഇപ്പം കൂടുതൽ ആൾക്കാരും ഓൺലൈനായിട്ടാണ് നോട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പം ഈവൻ നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോഴും നമ്മൾ ലൈക്ക് OneNote അല്ലെങ്കിൽ Evernote, Notion ഇതൊക്കെ വെച്ചിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഓൺലൈൻ നോട്ട് മേക്കിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആദ്യം ഈ ഇൻ്റർനെറ്റിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള കണ്ടൻസ് കോപ്പി പേസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ടൈലർ ചെയ്യാം. നമുക്കതിൽ എന്തെങ്കിലും ഓർത്തിരിക്കാനുള്ള ന്യൂമോണിക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പം ആ രീതിയിൽ നിങ്ങളുടെ നോട്ട് നിങ്ങളുടെ സ്വന്തം നോട്ടാണെന്നുള്ള രീതിയിലുള്ളൊരു ഫീലിങ്സ് കൊണ്ടുവരും. ലൈക്ക് എൻ്റെ നോട്ടിൽ നിന്ന് എന്ത് ചോദിച്ചാലും എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ആ ഒരു ഫണ്ണും ആയിരിക്കും പ്രിപ്പറേഷൻ പ്രോസസ്സ്. എസ്പെഷ്യലി ഇന്നിപ്പം പണ്ടൊക്കെ നമ്മൾ ന്യൂമോണിക്സ് ഒക്കെ നമ്മൾ തന്നെ ഇരുന്ന് ആലോചിച്ചുണ്ടാക്കണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ അത് ChatGPT അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്താ ലൈക്ക് എങ്ങനെ ഇത് ഓർത്തിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള കണ്ടന്റും നിങ്ങൾക്ക് ChatGPT അവൈലബിൾ ആണ്. നിങ്ങളിപ്പം ഇതാണ് ടോപ്പിക്, ലൈക്ക് I want a 200 word ആൻസർ എന്ന് പറഞ്ഞാൽ അത് ChatGPT നിങ്ങൾക്ക് ആൻസർ തരും. അല്ലെങ്കിൽ I want a 200 word നോട്ട് അബൌട്ട് ദിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ChatGPT കിട്ടും. പിന്നെ നിങ്ങളത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കുക. നിങ്ങൾക്ക് എങ്ങനെ അത് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ആ ഒരു നോട്ട്, നിങ്ങളുടെ നോട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ നിങ്ങളതിനെ ഫൈൻ ട്യൂൺ ചെയ്യുക. ആരും സിറോക്സ് മെഷീനായി മാറരുത്. ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാനും റിവൈസ് ചെയ്യാനും പറ്റണം. ദെൻ അഗെയിൻ മെയിൻസിനൊക്കെ ഈ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫാക്ട്സും എക്സാമ്പിൾസും ഡയഗ്രാംസ് ഒക്കെ എഗെയിൻ ഒരു ചെറിയ നോട്ടിലേക്ക് നമ്മൾ വീണ്ടും പകർത്തി എഴുതാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് രാവിലെ എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്ത് മാത്രം വിടും. സോ ദാറ്റ് നമുക്ക് ഓൾറെഡി ഇത് അറിയായിരിക്കും, പക്ഷേ ഒന്നും കൂടെ ഒരു റിഫ്രഷർ ആയിരിക്കും. അപ്പോൾ നമുക്കത് ഈസിലി ആൻസർ പേപ്പറിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുക. ആവശ്യമുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ നോട്ട്സിൽ നിന്ന് അഗെയിൻ യു ക്യാൻ മേക്ക് ലൈക്ക് ഫർദർ ഷോർട്ട് നോട്ട്സ് ഫോർ ക്വിക്ക് റിവിഷൻ. അപ്പം ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെക്കുക നോട്ട് ഉണ്ടാക്കുമ്പം.
പിന്നെ പ്രിലിംസിനാണോ മെയിൻസിനാണോ നോട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും, അതോ രണ്ടിനും ഒരുമിച്ച് നോട്ട് ഉണ്ടാക്കണം എന്നുള്ളത്. അത് അഗെയിൻ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ മോസ്റ്റ്ലി കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് മെയിൻസിനായിരിക്കും നോട്ട് ഉണ്ടാക്കുക. കാരണം മെയിൻസിന് നമുക്ക് ആ ഒരു സിലബസിലെ ഓരോ വേർഡ് ലൈക്ക് ഓരോ പോയിന്റ് ബൈ പോയിന്റ് എടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. പ്രിലിംസിന് ഞാൻ ഇൻഡിവിജ്വലി നോട്ട് ഉണ്ടാക്കിയിരുന്നില്ല, ഞാൻ ആ സ്റ്റാൻഡേർഡ് ബുക്സ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുമായിരുന്നു. പക്ഷേ ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ കമ്പൈലേഷൻ, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിന്റ്സ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാൻ മാത്രം പ്രിലിംസിന് ഒരു സെപ്പറേറ്റ് നോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഓരോ സ്റ്റാൻഡേർഡ് ലൈക്ക് ബുക്സിൻ്റെയും നോട്ടായിരുന്നില്ല. നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ബുക്സിലേക്കോ മറന്നു പോകുന്നു അല്ലെങ്കിൽ മിസ് ഔട്ടായി പോകുന്നു തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം ഒരു നോട്ട്, അതൊരിക്കലും സ്റ്റാൻഡേർഡ് നോട്ട് ആയിരുന്നില്ല. പക്ഷേ ഓപ്ഷണലിനും മെയിൻസിനും ആ ഒരു സിലബസ് ബൈ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ കാര്യങ്ങൾക്കും നോട്ട് ഉണ്ടാക്കുമായിരുന്നു. അതിനോടൊപ്പം തന്നെ PYQs ആഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ നോട്ട് മേക്കിങ്ങിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ സിലബസാണ്, നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അറിയില്ല. നമ്മൾ തന്നെ ഒരു ഐഡിയ വെച്ച് പഠിച്ചിട്ട് ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ എക്സാം ഹാളിൽ UPSCയുടെ ആ ഒരു ലൈക്ക് ക്വസ്റ്റ്യൻ കാണുന്നതെങ്കിൽ വിൽ ബി ലോസ്റ്റ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താ? യു ഷുഡ് റെഫർ ടു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇതൊരു റാൻഡം എക്സാമിനേഷനാണ്, നിങ്ങൾ എവറിത്തിങ് അണ്ടർ ദ സ്കൈ യു ഹാവ് ടു സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഇതിനൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ഈ PYQ ഒക്കെ നോക്കി പോകുന്ന കുട്ടികളിലേക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നതും മെയിൻസ് ക്ലിയർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നോട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ഗ്രീൻ റവല്യൂഷനെ കുറിച്ചൊരു നോട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പം ഫുഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ചൊരു നോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ആ ഒരു കണ്ടന്റ് എഴുതുക, അതിൻ്റെ ഒരു ലൈക്ക് പ്രോസ് ആൻഡ് കോൺസ്, വേ ഫോർവേഡ്, നല്ല കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആ നോട്ടിൽ തന്നെ ഉൾപ്പെടുത്തുക. പിന്നെ അതിന് താഴെ PYQ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുക. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെയിൻസിന് ഏതൊക്കെ രീതിയിലാണ് ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ഒരു കഴിഞ്ഞൊരു 5-6-7 വർഷത്തെ ക്വസ്റ്റ്യൻ മാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കണ്ടന്റ് വെച്ച് തന്നെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ടാവുകയായിരിക്കും. അപ്പോൾ എന്താ പറയുക, എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങളെ കയ്യിലുള്ള കണ്ടന്റ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആൻസർ എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു നോട്ട് മേക്ക് ചെയ്യുമ്പം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ജസ്റ്റ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുക, പ്രോസ് ആൻഡ് കോൺസ് എഴുതുക, വേ ഫോർവേഡ് എഴുതുക, എക്സാമ്പിളും കേസ് സ്റ്റഡിയും സ്റ്റാറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം PYQ കൂടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സെൽഫ് അനാലിസിസ് അതിലുണ്ടായിരിക്കുക. അപ്പം ഈ രീതിയിൽ ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിലുള്ള കണ്ടന്റ് ഇനഫ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ആ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം ലൈക്ക് ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുകയാണ്. അപ്പം അതിൽ UPSCയുടെ ഒരു ഫേവറേറ്റ് ഭാഗമാണ് ബുദ്ധിസം ആൻഡ് ജൈനിസം. അപ്പം നിങ്ങളിപ്പോൾ ബുദ്ധിസം ആൻഡ് ജൈനിസം പഠിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞൊരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിൽ പ്രിലിംസിൽ ഈ ബുദ്ധിസം ആൻഡ് ജൈനിസത്തെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന് താഴെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷം അല്ലെങ്കിൽ എവറി ഓൾട്ടർനേറ്റ് ഇയർ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അപ്പം ഐ ഷുഡ് സ്റ്റഡി ഇറ്റ് വെൽ എന്നുള്ളൊരു ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ളൊരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇംപ്രിൻ്റ് ആവും. അപ്പം ഈ രീതിയിൽ നിങ്ങൾ PYQ അനാലിസിസ് ചെയ്യാൻ നോക്കുക. വിത്തൗട്ട് PYQ അനാലിസിസ്, വിത്തൗട്ട് റെഫറിങ് ടു സിലബസ് നമുക്ക് ഒരിക്കലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് കുറേ റാൻഡം കാര്യങ്ങൾ വായിക്കുക മാത്രമായിരിക്കും പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഓൾവേസ് കീപ് ദ സിലബസ് റെഡി. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ലൈക്ക് ഹോം സ്ക്രീനിലോ എവിടെയാണെന്ന് വെച്ചാലും ആ ഒരു സിലബസ് നിങ്ങൾ റെഡി ആയിട്ട് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ച് നോക്കുക. കാരണം നിങ്ങൾക്കിപ്പം ഒരു ആദ്യത്തെ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും GS1 സിലബസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. നെക്സ്റ്റ് ഡേ നിങ്ങളൊരു ന്യൂസ് പേപ്പർ വായിച്ച് പോകുമ്പം ഇപ്പോൾ റാദർ ദാൻ നമ്മൾ കവർ ടു കവർ ന്യൂസ് പേപ്പർ വായിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഒരു കണ്ടന്റ് കണ്ടാൽ അത് സിലബസിൽ എവിടെയാണ് ഫിറ്റ് ഇൻ ചെയ്യുന്നത്, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ അത് ബെനിഫിഷ്യൽ ആവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സാധനം എൻ്റെ മെയിൻസ് നോട്ടിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ആ ഒരു പ്രോസസ്സ് നമുക്ക് 2-3 സെക്കൻഡിൽ നമ്മുടെ ബ്രെയിനിൽ നടക്കണം. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ആ ഒരു സിലബസിൻ്റെ പ്രോപ്പർ ഐഡിയ നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ PYQൻ്റെ ഒരു പ്രോപ്പർ ഐഡിയ മൈൻഡിൽ ഉണ്ടാവണം. ഈ PYQ ഒക്കെ നോക്കിയാൽ നിങ്ങളിപ്പം ഒരു ന്യൂസ് കാണുവാണെങ്കിൽ ഓക്കെ, ഇത് ആ ആൻസറിന് കേസ് സ്റ്റഡി ആയിട്ട് എനിക്ക് കോട്ട് ചെയ്യാറുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. അപ്പം ആ രീതിയിൽ നമ്മൾ സിലബസുമായിട്ടുള്ളൊരു ഫെമിലിയാരിറ്റി വരണം. അപ്പോൾ ഇതാണ് ലൈക്ക് 7th പോയിന്റ്. 8th പോയിന്റ് ഇസ് ഡോണ്ട് ഐസൊലേറ്റ് യുവർ സെൽഫ് ആൻഡ് ഡോണ്ട് കമ്പയർ. അപ്പം നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മൈൻഡ് ഗെയിം കൂടിയാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞ 2 വർഷം നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇനീഷ്യലി 1-2 മാസം കഴിയുമ്പം നമുക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. സോ വൺ തിങ് വിൽ ബി, കുറച്ച് ആൾക്കാർ വിചാരിക്കും നമ്മളെ തന്നെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ ഒഴിഞ്ഞു മാറി, ലൈക്ക് ഈവൻ ഞാനും ഇത് ചെയ്തിട്ടുണ്ട്, ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാമിനേഷൻ ആണെന്നാണ്. ലൈക്ക് മേ ബി ചില ആൾക്കാർക്ക് അത് സ്യൂട്ട് ആവുമായിരിക്കും, മൊത്തത്തിൽ ഐസൊലേറ്റ് ചെയ്ത് പഠിക്കുന്ന ചില ആൾക്കാർക്ക് സ്യൂട്ട് ആവുമായിരിക്കും. പക്ഷേ നിങ്ങളിപ്പം എന്താ പറയുക, ഡയറക്റ്റ്ലി നിങ്ങൾ കോളേജിൽ നിന്ന് വന്നു, കോളേജിൽ അടിച്ച് പൊളിച്ച് നടന്നതിന് ശേഷം പെട്ടെന്ന് വന്ന് ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങി കഴിയാമെന്ന് വെച്ചാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എക്സോസ്റ്റ് ആവും.
അപ്പോൾ അതിലും നല്ലത് നിങ്ങൾക്കിപ്പം എന്താ പറയുക ഗ്രൂപ്പ് സ്റ്റഡിയാണ് കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കിപ്പം എന്താ പറയുക ഒരു റീഡിംഗ് റൂമിൽ പോയിരുന്നിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള എൻവയോൺമെൻറ്റിൽ ഇരുന്ന് പഠിക്കുന്നതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു കംഫർട്ട് സ്പേസ് ഫോർ പ്രിപ്പറേഷൻ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം അത് പലർക്കും പലതായിരിക്കും. ഒറ്റയ്ക്കിരുന്ന് പഠിച്ചിട്ട് ഒറ്റയ്ക്ക് റൂമിലകത്തിരുന്ന് പഠിച്ചിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ട്, ഗ്രൂപ്പായിട്ട് പഠിച്ചിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ട്, രണ്ടിൻ്റെയും മിക്സ് ആയിട്ട് ചെയ്തിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതിലൊരു വൺ സൈസ് ഫിറ്റ്സ് ഫോർ ഓൾ എന്ന് പറഞ്ഞൊരു അപ്രോച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ആദ്യ കാലങ്ങളിൽ തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക. റാദർ ദാൻ പെട്ടെന്ന് നിങ്ങളുടെ ഒരു ഫുൾ സോഷ്യൽ സർക്കിൾ ക്ലോസ് ഡൗൺ ചെയ്തിട്ട് കോളേജിലുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പും സ്കൂളിലുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ കട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ ഒറ്റപ്പെടുത്തി പഠിച്ചാൽ ചിലപ്പം നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ആ ഒരു കാര്യം നിങ്ങളെപ്പോഴും മനസ്സിൽ വയ്ക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ടേബിളിൽ നിങ്ങൾ എന്താ പറയുക ലൈക്ക് ആ ഒരു നിങ്ങളുടെ ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനോടുള്ള സ്പേസും കൂടി കണ്ടെത്തുക. അപ്പം ആ ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലെ വെൽ പ്ലാൻഡ് ആയിട്ടിരിക്കുക. പിന്നെ പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കുവാണെങ്കിലും നമ്മളൊരിക്കലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പിയർ ഗ്രൂപ്പിൽ പോവുക. അപ്പം ചിലപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഡേയ്സിൽ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ കോൺസ്റ്റൻ്റ്ലി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അത് UPSC പ്രിപ്പറേഷനിൽ മാത്രമല്ല, ഒരു ജനറൽ ഹ്യൂമൻ ടെൻഡൻസിയാണ്. നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് സ്ഥിരം താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. അത് സ്റ്റാർട്ടിങ് ഫ്രം സ്കൂൾ ഡേയ്സ്. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് എന്താ പറയുക സ്കൂളിൽ ഒരു പരീക്ഷ പേപ്പറൊക്കെ കിട്ടിയിട്ട് വീട്ടിൽ പോയിട്ട് പേരൻസിൻ്റെ അടുത്ത് ആദ്യം മാർക്ക് പറയുമ്പോഴത്തേക്കും അവർ നെക്സ്റ്റ് ചോദിക്കുന്ന ചോദ്യം ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരൻ അവൻ എത്രയുണ്ട് മാർക്ക് അല്ലെങ്കിൽ അവൾക്ക് എത്രയുണ്ട് മാർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ചെറുപ്പം തൊട്ടേ ആ ഒരു കമ്പാരിസൻ്റെ ഒരു ഇതിലാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പം നമുക്ക് നാച്ചുറലിയും എല്ലാ കാര്യങ്ങളും കൂടെയുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാനുള്ളൊരു പ്രവണത വളരെ അധികമാണ്. അപ്പം ഈ UPSC പ്രിപ്പറേഷൻ്റെ സമയത്ത് ഇനീഷ്യലി ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ റീഡിംഗ് റൂമിൽ പോകുമ്പം നമുക്കൊരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു 7 hours ഇരിക്കാൻ പറ്റില്ല. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മളും എടുക്കും. പിന്നെ ഒന്ന് ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക. പക്ഷേ നമ്മൾ അന്ന് വൈകുന്നേരം നോക്കുമ്പോഴത്തേക്കും ഫുൾ ടൈം ആ റീഡിംഗ് റൂമിൽ ഇരുന്ന് ഫുൾ ഡേ പഠിച്ചിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. എൻ്റെ ഒരു 3 മണിക്കൂർ വേസ്റ്റായി, അല്ലെങ്കിൽ ഇത്രയും സമയം എനിക്ക് ലോസായി, ആ ആൾ കൂടുതൽ പഠിച്ചു, അപ്പോൾ ഞാൻ തീർന്നു, ലൈക്ക് ആളെന്തായാലും ക്ലിയർ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ട് ഭയങ്കര പെസിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞാൽ ഇതൊരു മാരത്തോണാണ്, ഇതൊരു സ്പ്രിൻ്റ് അല്ല. ഈ ഒരു ദിവസത്തെ നമ്മളുടെ പെർഫോമൻസോ ഒരു ദിവസം നമ്മൾ എത്ര അവർ ഇടുന്നുണ്ടെന്നുള്ളത് ഒരു ലോങ് ടൈമിൽ ഒരിക്കലും മാറ്റർ ചെയ്യില്ല. അപ്പം നിങ്ങൾ ആ ഒരു കമ്പാരിസൺ ഒഴിവാക്കുക. പിന്നെ എസ്പെഷ്യലി നമ്മളിപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഡേ തൊട്ട് നമുക്ക് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മോക്ക് ടെസ്റ്റിലൊക്കെ നമുക്ക് യൂഷ്വലി ഒരു റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും മോക്ക് ടെസ്റ്റിനാണെങ്കിലും. അപ്പോൾ അതിട്ട് കഴിയുമ്പോഴത്തേക്കും ലൈക്ക് ഇനീഷ്യലി ഉള്ള ആദ്യത്തെ ഒരു 3-4 പേരുടെ പേരിടുമായിരിക്കും, പിന്നെയുള്ളവരുടെ റോൾ നമ്പർ, അങ്ങനെയൊക്കെയായിരുന്നു നമ്മളൊക്കെ പഠിച്ചപ്പം. അപ്പോൾ ചിലപ്പോൾ നോക്കുമ്പം ഓക്കെ നമ്മളുടെ കൂടെ ഇരുന്ന് ഇപ്പുറത്തിരുന്ന ആൾ ലൈക്ക് കൺസിസ്റ്റൻ്റ്ലി ടോപ്പ് 10 വരുന്നുണ്ടാവും, നമ്മളാണെങ്കിൽ ടോപ്പ് 20 പോയിട്ട് ടോപ്പ് 30 പോലും കയറുന്നുണ്ടാവില്ല. അപ്പം യൂഷ്വലി പ്രിലിംസിൻ്റെ ഒക്കെ ക്വാളിഫയിങ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 90-100 അറൗണ്ട് ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു മോക്ക് ടെസ്റ്റിലൊക്കെ നമുക്ക് ചിലപ്പോൾ 40s 50s ഒക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളത് വീണ്ടും എഗെയിൻ ആ ഒരു ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പെസിമിസ്റ്റിക് ആവും. നമുക്കിത് പറ്റില്ല എന്നുള്ളൊരു അപകർഷതാബോധം നമ്മളുടെ ഉള്ളിൽ വളരും. അപ്പോൾ അതങ്ങ് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് നമ്മളുടെ ഓവറോൾ പ്രിപ്പറേഷനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഇനീഷ്യലി സ്റ്റേജസിൽ നിങ്ങളോട് തന്നെ ഒരു മേഴ്സി കാണിക്കുക, നിങ്ങൾക്ക് തന്നെ സമയം അനുവദിക്കുക. ലൈക്ക് യു ഗിവ് യുവർ സെൽഫ് ടൈം. ഓരോരുത്തരുടെ പേസ് ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. ചില ആൾക്കാർക്ക് ചില സബ്ജക്ട്സിൽ നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ ഇപ്പം ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, അവർക്ക് ആ ഒരു സബ്ജക്റ്റിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റും. ചില ആൾക്കാർക്ക് MCQ സോൾവ് ചെയ്യുന്നതിൽ നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗിവ് യുവർ സെൽഫ് ടൈം. ഇപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളോട് തന്നെ കമ്പയർ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ലൈക്ക് പ്രീവിയസ് മോക്ക് ടെസ്റ്റിൽ എത്ര മാർക്കായിരുന്നു, അതിൽ നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തി, നെക്സ്റ്റ് മോക്ക് ടെസ്റ്റിൽ എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം എന്നുള്ളൊരു കാര്യം. അപ്പം ആ രീതിയിൽ നിങ്ങളുടെ കമ്പാരിസൺ എപ്പോഴും നിങ്ങളോട് തന്നെ ആയിരിക്കണം, റാദർ ദാൻ ലൈക്ക് കമ്പയറിങ് ലൈക്ക് ഇൻ ബിറ്റ്വീൻ യുവർ ഫ്രണ്ട്സ് ഓർ സംതിങ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് വരുന്നതിലേക്കോ അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം വളർത്തുന്നതിലേക്കൊക്കെയോ നമ്മൾ എത്തിച്ചേർന്നിരിക്കാം. അപ്പം ആ ഒരു കാര്യവും നിങ്ങൾ തുടക്കത്തിൽ തന്നെ മനസ്സിൽ വെച്ചിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. ദെൻ 9th point is physical and mental health. Take care of your physical and mental health. കാരണം നമ്മൾ ചിലപ്പം എന്താ പറയുക ഇപ്പം പ്രിപ്പറേഷൻ തുടങ്ങുമ്പം യൂഷ്വലി നമ്മളൊരു 21 വയസ്സിലൊക്കെ ആയിരിക്കും പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ 2 or 3 attempts ക്ലിയർ ചെയ്താൽ 25 വയസ്സിൽ നമ്മൾ ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസിൽ ഇഫ് വി കുഡിൻ ക്ലിയർ ദിസ് എക്സാമിനേഷൻ നമ്മളൊരു 21 തൊട്ട് 28 വയസ്സ് ഒരു പ്രായ കാലഘട്ടം നമ്മൾ ഈ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ച് ഈ ഒരു സൈക്കിളിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഏജാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പ്രായത്തിലുള്ളൊരു കാലഘട്ടമാണ് ഇത്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഈ പഠനത്തിലേക്ക് മാത്രം ലൈക്ക് എക്സ്ട്രാ ഫോക്കസ് ഇട്ട് ആ ഒരു സ്ട്രെസ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആദ്യം ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഫുൾ വീക്ക് പഠിച്ച് സൺഡേ നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ സൺഡേ ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് തന്നെ റിവാർഡ് ചെയ്യുക. ലൈക്ക് യു ക്യാൻ ഗോ ഫോർ എ മൂവി, അല്ലെങ്കിൽ പുറത്ത് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോകാം. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. റിവാർഡ് യുവർ സെൽഫ്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കാര്യങ്ങൾ എന്തെങ്കിലും
പാരലലി കൊണ്ടുപോകുക. ഒരു ഫിസിക്കൽ ഹെൽത്ത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ മെൻറ്റൽ ഹെൽത്ത്. ഇതൊരു ഹൈപ്പർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് ഈ ഒരു UPSC എന്ന് പറയുന്നത്. നമുക്ക് ഓൾ ഇന്ത്യ ലെവലുള്ള ഒരു എക്സാമിനേഷനാണ്. എല്ലാ വർഷവും ഏകദേശം ഒരു 10-12 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് ഫൈനൽ ലിസ്റ്റിലേക്ക് വരുന്നത് അറൗണ്ട് 1000 ആൾക്കാർ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ്. പക്ഷേ ഇത് ഒരു അൺഡൂവബിൾ തിങ് ഒന്നുമല്ല. നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ എല്ലാ വർഷവും നിങ്ങൾ ഈ ഒരു UPSC ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. നമുക്ക് അർബൻ ലൈക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന ആൾക്കാരുണ്ട്, ഭയങ്കര റൂറൽ സെറ്റിങ്സിൽ വളർന്നു വന്ന ആൾക്കാരുണ്ട്, സൗത്തിൽ നിന്നും നോർത്തിൽ നിന്നും ഈസ്റ്റിൽ നിന്നും നോർത്ത് ഈസ്റ്റിൽ നിന്നും എല്ലാം ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരു എക്സാം നമുക്ക് തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ ഇതൊരു അൺഡൂവബിൾ തിങ് ആണെന്ന് വിചാരിക്കാൻ പാടില്ല. പക്ഷേ ഇതിൽ കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മൾ ആ കോമ്പറ്റീഷനിൽ നമ്മൾ ഇഫ് യു ടേക്ക് ടു മച്ച് സ്ട്രെസ് ഇറ്റ് വിൽ അഫക്റ്റ് യുവർ മെൻറ്റൽ ഹെൽത്ത് ഓൾസോ. അപ്പം ആ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. നമ്മൾ കൂടുതൽ സ്ട്രെസ് എടുക്കാതെ നിങ്ങൾ എന്താ പറയുക, ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങളുടെ വർത്തിനെ തന്നെ നിങ്ങൾ ടൈ അപ്പ് ചെയ്യാതെ, ഇപ്പം ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്താണ് ലൈക്ക് എനിക്കൊരു കഴിവുമില്ല, ലൈക്ക് ജീവിതം തന്നെ വെറുതെ, ആ ഒരു രീതിയിലൊക്കെ ആ ഒരു സെൽഫ് എസ്റ്റീമിനെ ഈ ഒരു എക്സാമായിട്ട് കൂട്ടിക്കിട്ടുന്ന ഒരുപാട് പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല. ലൈക്ക് ഇതൊരു എക്സാമാണ്, നല്ലൊരു എക്സാമാണ്. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ജോലി ചെയ്യാൻ നല്ലൊരു അവന്യൂ കിട്ടും. പക്ഷേ ഇതല്ല എൻ്റെ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈവൻ ഇഫ് യു ഫെയിൽ ഇൻ ഫസ്റ്റ് ഫ്യൂ അറ്റംപ്റ്റ്സ്, ഗിവ് യുവർ സെൽഫ് സം ടൈം ടു കം ബാക്ക് ആൻഡ് ക്ലിയർ ദിസ് എക്സാം അഗെയിൻ. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ലൈക്ക് ഡിസ്ഹാർട്ടൻഡ് ആവാതെ നിങ്ങളൊരു 1, 2, 3 അറ്റംപ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമ്മൾ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് ഈ അക്കാഡമിയിൽ വരുന്ന കൂടുതൽ ആൾക്കാരുടെ ഒരു ആവറേജ് നോക്കിയാൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഒരു 2 to 4 അറ്റംപ്റ്റ്സ് കാറ്റഗറി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ രീതിയിൽ നിങ്ങളോട് തന്നെ മേഴ്സി കാണിക്കുക. ലൈക്ക് ഡോണ്ട് ടേക്ക് ടു മച്ച് സ്ട്രെസ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിൽ വയ്ക്കുക. പിന്നെ ഞാൻ നേരത്തെ ഡോൺ കമ്പയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോൺ കമ്പയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ UPSC സർക്കിളിലുള്ള ആൾക്കാരുമായിട്ട് മാത്രമല്ല ഞാൻ ഡോൺ കമ്പയർ എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു 21 വയസ്സിലൊരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങി നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. നിങ്ങളൊരു റീഡിംഗ് റൂമിൻ്റെ ഒരു മൂലയ്ക്കിരുന്ന് NCERT വായിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സ് അവർ മേ ബി ഒന്നെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ നല്ല MNCസിൽ ജോലി കിട്ടി വെൽ സെറ്റിൽഡ് പൊസിഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു 2-3 അറ്റൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്താ സുഹൃത്തുക്കളുടെ കല്യാണം വിളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ അതൊക്കെ ഇറ്റ് വിൽ അഫക്റ്റ് യു. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് കമ്പയർ ചെയ്യാതെ ഈ ഒരു പ്രിപ്പറേഷന് വരിക എന്നുള്ളത് നമ്മളെടുത്തൊരു ഡിസിഷനാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ഇതിനൊരു പർപ്പസ് ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സർക്കിളിലുള്ളവരുമായിട്ടും കമ്പാരിസൺ ഒഴിവാക്കണം. സർക്കിളിൽ ഇല്ലാത്ത നിങ്ങളുടെ പുറത്ത് MNCസിലും അല്ലെങ്കിൽ പുറത്തൊക്കെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള കമ്പാരിസണും ഒഴിവാക്കണം. എഗെയിൻ അതിൻ്റെ ഒരു കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ യൂസേജ്. അപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യണോ എന്നുള്ളൊരു കാര്യം. അത് അഗെയിൻ പേഴ്സണാലിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒരു ഡബിൾ എഡ്ജ് സോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളത് യൂസ് ചെയ്താൽ ഈ ഡൂം സ്ക്രോളിംഗ് ഒക്കെ ചെയ്ത് ഒരു ഫുൾ നൈറ്റ് തന്നെ അതിൽ ലോസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. ഇപ്പോൾ നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ആ സമയത്ത് X വരുന്നതിന് മുന്നേ ട്വിറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ട്വിറ്ററിൽ ഈ മിനിസ്ട്രി ഹാൻഡിൽസും ഈ ഇൻ്റർനാഷണൽ ബോഡീസിൻ്റെ ഹാൻഡിൽസൊക്കെ ഫോളോ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന അപ്ഡേറ്റൊക്കെ ഞാൻ എൻ്റെ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് UNEPയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ബോഡീസൊക്കെ നല്ല ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഡയഗ്രാംസും നല്ല എക്സാമ്പിളും നല്ല കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തിടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കോണ്ടംപററി ഇഷ്യൂസിനെ സംബന്ധിച്ചിട്ടുള്ള നല്ലൊരു അനാലിസിസ് വായിക്കാനോ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതും നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ അവോയ്ഡ് ദാറ്റ്. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഒരു അൾട്ടിമേറ്റ് പർപ്പസ് ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിൽ നമുക്ക് ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുക എന്നുള്ളതായിരിക്കണം. പക്ഷേ നമ്മളിപ്പം എന്താ പറയുക, ഡെയിലി ഒരു 3 or 4 hours ഈ ഒരു സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ലെന്ന് നമ്മൾ ഏർലി സ്റ്റേജസിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള മെഷേഴ്സ് ഷുഡ് ടേക്ക് ഫ്രം യുവർ സൈഡ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ് ഓൾവേസ് ഹാവ് എ പ്ലാൻ ബി. ഇത് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ വർഷവും ഒരു 12 ലക്ഷം പേരോളം അപ്ലൈ ചെയ്തിരുന്നതിൽ നിന്ന് ഏകദേശം ഒരു 1000 പേര് ക്ലിയർ ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പം ചില ആൾക്കാർ പറയും നിങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫോക്കസ് പോവും, ആ രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി ഞാനത് വിശ്വസിക്കുന്നില്ല. ഐ ആം നോട്ട് ബൈയിങ് ദറ്റ് ആർഗ്യുമെൻറ്റ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നതിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ വെച്ച് ഏറ്റവും കൂടുതൽ നോളജുള്ള ആളോ ഏറ്റവും കൂടുതൽ കഴിവുള്ള ആളോ ഞാനായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ കഴിഞ്ഞ് നോളജ് ബേസുള്ള ആൾക്കാരും എന്നെ കഴിഞ്ഞും കഴിവുള്ള ഒരാൾക്കാരും ആ ഒരു
എക്സാം ഡേയിൽ എന്തോ ഒരു എന്താ മിസ്ഫോർച്യൂൺ കൊണ്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ 6 അറ്റംപ്റ്റ് എക്സോസ്റ്റ് ആയ ആൾക്കാരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് മേ ബി 6 അറ്റംപ്റ്റ് കഴിയുമ്പം നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ ചിലപ്പം യു വിൽ ഗെറ്റ് ലോസ്റ്റ് ഇൻ ദാറ്റ്. അപ്പം ഓൾവേസ് ഹാവ് എ പ്ലാൻ ബി, പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ ഒരു എസ്കേപ്പ് മെക്കാനിസം ആയിരിക്കരുത്, അതൊരു സേഫ്റ്റി നെറ്റ് ആയിരിക്കണം. ലൈക്ക് ഡോണ്ട് കൺസിഡർ പ്ലാൻ ബി ആസ് എൻ എസ്കേപ്പ് മെക്കാനിസം. നിങ്ങൾക്കിപ്പോൾ ഒരു 1-2 മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞ പോലെ കുഴപ്പമില്ല, ഇനി പ്ലാൻ ബി പിടിക്കാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കരുത്. പക്ഷേ ലൈക്ക് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടാവണം. ഇപ്പം മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്നത് ഒന്നെങ്കിൽ അവരിപ്പം JRF അതുപോലുള്ള കാര്യങ്ങൾ എഴുതി പോകും, അല്ലെങ്കിൽ ക്യാറ്റ് എക്സാം ഒക്കെ എഴുതിയിട്ട് MBAക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് ലൈക്ക് യുവർ ചോയ്സ്, ലൈക്ക് നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡും നിങ്ങളുടെ ഒരു താല്പര്യവും അനുസരിച്ചായിരിക്കണം. ഓൾവേസ് ഹാവ് എ പ്ലാൻ ബി ബട്ട് കൺസിഡർ ഇറ്റ് ആസ് എ സേഫ്റ്റി നെറ്റ്, നോട്ട് ആസ് എൻ എസ്കേപ്പ് ഗോൾ. അപ്പോൾ ഇതാണ് ബ്രീഫ്ലി ഒരു 10 points ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് UPSC കുറിച്ച് പറയാനുള്ളത്. അപ്പം ഏകദേശം ഈ ഒരു 10 pointsൽ പ്രിപ്പറേഷൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം നെക്സ്റ്റ് ഫ്യൂ മിനിറ്റ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, യു ക്യാൻ സ്റ്റാർട്ട് ഷൂട്ടിങ് യുവർ ക്വസ്റ്റ്യൻസ്. സാർ, ഇപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സ് ശരിക്കും വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ അത്യാവശ്യം സിലബസ് തന്നെ നല്ല പോയിന്റ് ബേസ് ആക്കിയിട്ട് അവരുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസ് ഇറക്കലുണ്ട്. അപ്പോൾ NCERT സ്റ്റാൻഡേർഡ് ബുക്സ് എന്നുള്ളൊരു എന്താണ് കോമ്പിനേഷന് പകരം NCERT കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് അത് നോക്കിയാൽ എത്ര എഫക്റ്റീവ് ആവും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സാറ് മെയിൻസ് റൈറ്റിംഗ് എടുക്കാൻ പറഞ്ഞല്ലോ, റൈറ്റിംഗ് സ്കിൽ വർദ്ധിപ്പിക്കാനുള്ള സംഭവങ്ങൾ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ കൃത്യമായിട്ട് തുടങ്ങേണ്ട സമയം എപ്പോഴാണെന്ന് കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞാൽ നമുക്കിപ്പം ക്രിസ്പ് നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ലൈക്ക് ഐ വിൽ ഓൾവേസ് അഡ്വൈസ് നിങ്ങൾ ആദ്യം NCERT വായിക്കുക, പിന്നീട് സ്റ്റാൻഡേർഡ് ബുക്ക് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നോട്ട് വായിച്ചിട്ട് സ്റ്റാൻഡേർഡ് ബുക്കിലും NCERTയിലുള്ള കാര്യങ്ങൾ ലൈക്ക് എക്സോസ്റ്റീവായിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുവാണെങ്കിൽ യു ക്യാൻ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. പക്ഷേ ആ ഒരു ബേസിക് റീഡിങ് NCERTസിൻ്റെയും സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെയും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രം സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് ലൈക്ക് ആ ഒരു ക്രിസ്പ് നോട്ട്സ് ഉള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ നോട്ടിലേക്ക് പോകാനേ ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ തന്നെ ആ ഒരു ലൈക്ക് ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് വായിച്ച് നമ്മൾ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. ആ ക്രിസ്പ് നോട്ട് എന്ന് പറയുന്നത് വേറൊരാളെ നിങ്ങൾക്ക് വേണ്ടി വായിച്ചിട്ട് അയാളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള പോയിന്റ്സ് ആണത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ബുക്സ് വായിച്ചിട്ട് നമ്മൾ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യുന്നതും ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ഒരു ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെയിൻസിന് ആൻസർ റൈറ്റിംഗ് ഒരു കുറച്ച് കണ്ടന്റ് ബേസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഓവർലാപ്പ് വരുന്ന പോർഷൻസ് ഒക്കെ വായിച്ച് തുടങ്ങി അത് അത്യാവശ്യം ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ വരുന്ന ഏകദേശം ഒരു ലൈക്ക് സെക്കൻഡ് മന്ത് ഓഫ് യുവർ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. ചിലപ്പം ആദ്യം എഴുതുന്ന ആൻസേഴ്സൊക്കെ വളരെ ലൈക്ക് വീക്കായിരിക്കും, സ്ട്രക്ചറും ലൈക്ക് ഒരു ക്വസ്റ്റിനെ ഹിറ്റ് ചെയ്യാത്ത ആൻസറൊക്കെ ആയിരിക്കും. അത് നമ്മളെല്ലാവരും ഈ എക്സാം ക്ലിയർ ചെയ്ത എല്ലാവരും ആ ഒരു സ്റ്റേജിൽ കൂടെ തന്നെയാണ് വന്നത്. ആരും ഫസ്റ്റ് ഡേ തൊട്ട് പെർഫെക്റ്റ് ആൻസേഴ്സ് എഴുതിയിട്ട് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടില്ല. എല്ലാവരും ആ ഒരു സ്ട്രഗിള് ചെയ്ത് ആ ഒരു ലൈക്ക് വീണ്ടും ആ ഒരു ഐറ്ററേഷൻ പ്രോസസ്സിൽ കൂടെ പോയിട്ട് ആ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ തിരുത്തി നല്ല ആൻസറിലേക്ക് എത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. മേ ബി യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ഒരു സെക്കൻഡ് മന്ത് ഓഫ് യുവർ പ്രിപ്പറേഷൻ തുടങ്ങാം. പക്ഷേ ഇവൻച്വലി ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പാക്കുക. സർ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്നതാണോ അതോ സെൽഫായിട്ട് പഠിക്കുന്നതാണോ മോർ ബെനിഫിറ്റ്? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് എഗെയിൻ ഞാൻ നിങ്ങൾക്ക് തന്നെ വിടുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാൽ ഗുണം എന്ന് വെച്ചാൽ നമുക്കൊരു മെൻറ്റർ കാണും, നമ്മൾക്കൊരു ഗൈഡൻസ് കാണും. അപ്പം അതതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. പക്ഷേ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് പഠിച്ച് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത ആൾക്കാരുടെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ 2 രീതിയിലുള്ള ആൾക്കാരും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ആ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ക്ലിയർ ചെയ്ത ആൾക്കാരും ഉണ്ട്, ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം നിങ്ങൾ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. കുറച്ച് ടോപ്പേഴ്സ് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മേ ബി ഒരു ആദ്യത്തെ ഒരു മാസം ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി കഴിയുമ്പം നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി അപ്രോച്ച് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതർവൈസ് ഇഫ് യു ആർ കംഫർട്ടബിൾ ഇൻ ലൈക്ക് യുവർ ഓൺ പ്രിപ്പറേഷൻ സ്റ്റൈൽ, ആ ഒരു സെൽഫ് പ്രിപ്പറേഷനിൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. പിന്നെ എത്രത്തോളം പറഞ്ഞാലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു 30 അല്ലെങ്കിൽ ഒരു 40% ഒക്കെ നിങ്ങളുടെ ഒരു വിജയത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ IQ ലെവൽ ഏകദേശം ഉള്ള ആൾക്കാർ ഇപ്പം ഒരേ IQ ലെവലുള്ള ആൾക്കാർ ഇപ്പം നിങ്ങൾ എന്താ പറയുക ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. ലൈക്ക് പല വെയിറ്റേജ് ലൈക്ക് പല ഒരേ ക്ലാസ്സിലിരുന്നിട്ട് ഒരേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറ്റൻഡ് ചെയ്തിട്ട് ഒരേ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോയതിൽ ചില ആൾക്കാർ ഇത് ക്ലിയർ ചെയ്യും, ചില ആൾക്കാർ ഇത് ക്ലിയർ ചെയ്യില്ല. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോച്ചിങ് ക്ലാസ്സിൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങളിടുന്ന നിങ്ങളുടെ ഇൻഡിവിജ്വൽ എഫേർട്സ് ആണ് മാറ്റർ ചെയ്യുന്നത്. അപ്പം അത് ഏകദേശം ഒരു ലൈക്ക് 60 to 70% നിങ്ങളുടെ ഇൻഡിവിജ്വൽ എഫേർട്ടാണ്. ആ ഒരു സെൽഫ് സ്റ്റഡി എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. യു ഷുഡ് ടേക്ക് യുവർ ഓൺ കോൾ അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം തന്നെ നോക്കിയിട്ട് മെൻറ്റർഷിപ്പോ അല്ലെങ്കിൽ ഗൈഡൻസോ വേണമെന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്.
സർ, ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ +2 കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം +2 കഴിഞ്ഞപ്പോൾ മോൾക്ക് ഇനി സമയമുണ്ട്. ഓപ്ഷണൽ സബ്ജക്റ്റ് നമുക്ക് UPSC ഒരുപാട് സബ്ജക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ നിങ്ങളുടെ മേജറായിട്ട് ആ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചിട്ട് ആ ഒരു സമയം തൊട്ട് പ്രിപ്പറേഷൻ തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ മാറുകയും ചെയ്യാം. അപ്പോൾ +2 കഴിഞ്ഞിരിക്കണം ആ ഒരു ചോയ്സ് ഉണ്ട്. അപ്പോൾ UPSCയുടെ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് ഏതൊക്കെ ഓപ്ഷണൽ സബ്ജക്ട്സ് ആണെന്നുള്ളത് നോക്കുക. അത് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. UPSC പെർസ്പെക്റ്റീവിൽ നമുക്ക് നല്ല ഗൈഡൻസും മാർക്ക് സ്കോർ ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള സബ്ജക്റ്റ് ആണോ നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ പ്ലാൻ ബി ആയിട്ട് അലൈൻ ചെയ്ത് പോകുന്ന സബ്ജക്റ്റ് ആണോ എന്നുള്ളൊരു കാര്യം കൂടി നോക്കുക. ഇപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് പിന്നീട് ജോഗ്രഫി ഓപ്ഷനിലേക്കാണ് ഓപ്റ്റ് ചെയ്തത്. 2 കാരണം കൊണ്ട്, ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിലില്ലായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലാൻ ബി ആയിട്ട് കൂടുതൽ അലൈൻ ചെയ്യുന്നതൊരു ഇതായിരുന്നു. പക്ഷേ +2 ഡിഗ്രി കാലഘട്ടത്തിലാണ് ഈ എക്സാമിനേഷന് വേണ്ടി തീരുമാനിച്ചിരുന്നെങ്കിലും ആ കോഴ്സ് ആക്ച്വലി പ്ലാൻ ബി ആയിട്ട് അലൈൻ ചെയ്യുന്ന ഒരു കോഴ്സും കൂടിയായിരുന്നു. അപ്പം ഈ ഒരു 3 ഫിൽറ്റേഴ്സ് വെച്ചിട്ട് മോൾക്ക് ഓപ്ഷനിൽ ചൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസും ഈ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് സ്കോറിംഗ് ആണോ എന്നുള്ളതും നമുക്കത് പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണോ എന്നുള്ളതും കൂടി നോക്കുക. കാരണം നമ്മളൊരു ഓണേഴ്സ് ഡിഗ്രി ലെവലിൽ പഠിക്കേണ്ട സബ്ജക്റ്റാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു ആദ്യത്തെ 1-2 മാസം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടുക്കുന്ന കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റോടുകൂടി ആ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. സോ ഓൾവേസ് ഈ ഒരു 2 ആംഗിൾ നോക്കുക. സ്കോറിംഗ് ആണോ എന്നുള്ളൊരു ആംഗിൾ നോക്കുക, ഗൈഡൻസ് കിട്ടുന്നുണ്ടോ എന്നൊരു ആംഗിൾ നോക്കുക, നിങ്ങളുടെ പ്ലാൻ ബി ആയിട്ട് ഇത് അലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കുക. സാറിൻ്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു? അതായത് സാറ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് UPSC എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തതാണോ, അതോ ജോലി കിട്ടിയതിന് ശേഷമാണോ ഇങ്ങനൊരു ആഗ്രഹം വന്നത്? ഇല്ല, ഞാൻ കോളേജ് കാലഘട്ടത്തിലാണ് ഇതൊരു മച്ചുവർ ഡിസിഷനായിട്ട് UPSC പ്രിപ്പറേഷൻ പോകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ സമയത്ത് നമുക്ക് കോളേജിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് വളരെ വൈകി ഈ ഒരു ഇതിലേക്ക് വന്നതാണ്. അപ്പം അതുവരെ ഈ ഡെയിലി ഈ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പത്രം വായിച്ചു പോകുന്ന ശീലമോ അല്ലെങ്കിൽ ബുക്കുകൾ വായിച്ചു പോകുന്ന ശീലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 1 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്ത് വന്നിട്ട് ഈ ഒരു പ്രിപ്പറേഷൻ ഇതിലേക്ക് കടന്നതാണ്. അപ്പം ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഇപ്പം നമ്മൾക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഈ വർഷം കയറിയ ആൾക്കാർ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി കോളേജ് കഴിഞ്ഞിട്ട് എഴുതി ക്ലിയർ ചെയ്ത ആൾക്കാരും ഉണ്ട്. ഒരു 10 വർഷം കോർപ്പറേറ്റിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് എഴുതി ക്ലിയർ ചെയ്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സാണ്. നമ്മൾ എപ്പം പ്രിപ്പറേഷൻ തുടങ്ങിയാലും നമുക്കിത് ക്ലിയർ ചെയ്യാം. അഗെയിൻ പിന്നെ ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് ഒക്കെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പം കോളേജിൽ പഠിച്ച സബ്ജക്റ്റ് തന്നെ ഉണ്ട്, അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ അത് സ്കോറിംഗ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബാക്കി ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേറൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. ഇപ്പം അങ്ങനത്തെ എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. ഇപ്പോൾ എക്കണോമിക്സ് മേജർ കോളേജിൽ പഠിച്ചിട്ട് ഇവിടെ വന്ന് ജോഗ്രഫി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ട് UPSC ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആന്ത്രോപോളജി എടുത്തിട്ട് UPSC ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ നമ്മളുടേതായിട്ടുള്ളൊരു ഒരു ജഡ്ജ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം. ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞല്ലോ സെൽഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഇസ് ടു ഹാവ് എ മെൻറ്റർ? കാരണം സെൽഫ് സ്റ്റഡിയിൽ നമുക്കത് ഉണ്ടാവാൻ ചാൻസ് കുറവാണല്ലോ. അപ്പോൾ സെൽഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ഒരു ടെക്നോളജിയുടെ പ്രോഗ്രസ് അതൊക്കെ വെച്ചിട്ട് മെൻറ്ററിങ് യൂസ് ചെയ്യാൻ പറ്റും? സെൽഫ് സ്റ്റഡിയിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നോളജി തന്നെ യൂസ് ചെയ്യാം. കാരണം നമുക്കിപ്പം എന്താ പറയുക, നേരത്തെയൊക്കെ ഒരു 5-6 കൊല്ലം മുന്നേ നിങ്ങൾക്ക് ഒരു ടോപ്പറിൻ്റെ അയാൾ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് പഠിച്ചിരുന്നത് നമുക്ക് അറിയാനൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അയാളുടെ സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് പുള്ളി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ രീതിയിൽ നമുക്ക് ഇൻ്റർനെറ്റൊക്കെ നോക്കി നമുക്കൊരു മെൻറ്റർഷിപ്പ് എടുക്കാം. അത് എപ്പോഴും ഒരു എന്താ പറയുക ഒരു 1-on-1 ഫിസിക്കൽ ഇൻട്രാക്ഷനിലൂടെ മാത്രം നമുക്ക് ആ ഒരു മെൻറ്റർഷിപ്പും കാര്യങ്ങളും കിട്ടിക്കൊള്ളുന്ന നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു മെൻറ്ററും ഇല്ലാതെ ക്ലിയർ ചെയ്ത ആൾക്കാരെ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് അഗെയിൻ നിങ്ങളതിൽ കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്. പക്ഷേ അഗെയിൻ അറ്റ് എനി പോയിന്റ് നിങ്ങൾ ട്രാക്കിലല്ല, ഇത് ശരിയാവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു മെൻറ്റർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു 1-on-1 മെൻറ്റർഷിപ്പിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തായാലും ഉണ്ട്. കാരണം ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രോഗ്രസ് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോപ്പറായിട്ട് എന്താ പറയുക എപ്പോഴും ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഈവൻ നോട്ട് ജസ്റ്റ് അബൌട്ട് പ്രിപ്പറേഷൻ, ഒരു അല്ലാതെ തന്നെ ഒരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാനൊക്കെ മെൻറ്റേഴ്സിനൊക്കെ പറ്റും. പക്ഷേ ചില ആൾക്കാർക്ക് ദേ ആർ കംഫർട്ടബിൾ വിത്ത് ദെയർ ഓൺ ആ ഒരു ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് ആ ഒരു അനാലിസിസ് വെച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് എഗെയിൻ നമ്മൾ തന്നെ മനസ്സിലാക്കണം, നമ്മളുടെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് ആയിരിക്കണം. മെൻറ്റർ വേണോ എന്നുള്ളൊരു കാര്യം എഗെയിൻ സ്വന്തമായിട്ട് നമുക്ക് ആ ഒരു ഐഡിയയും കാര്യങ്ങളും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. Good morning, sir. I am Anuvashini, working as chef cum faculty. So I am preparing for UPSC 2026. Okay. So my question is, while we are doing the mock test regarding the statement questions, so the answer we choose, it might be right for us, but it is not appropriate according to UPSC. So how to tackle those type of questions and how to avoid negative marking? Okay, so
First thing is there will be some contested questions every year. Like 1 or 2 questions, the answer keys given by coaching institutes won't be matching with the answer keys given by UPSC. But it's just about few questions every year. Like for every other questions, you can go with your logical approach and you can solve that. And mostly UPSC will be also giving out that particular answer. So don't worry about that. Don't worry about those two or three questions. Like we can focus on like your general preparation, general like logical training, like how to identify whether a statement is right or wrong. Like it's also about like identifying if a statement is wrong. It's not about like identifying the right statement. It's also about identifying the wrong statement so that you can eliminate that and you can reach to the right answer. So that is the answer to your first question. And second thing, one important thing which I should add is that when you do mock, don't just do the mocks and like mostly people what they'll do is that they'll do one mock and then they'll go to the next institute ka mock. So rather than doing that after every mock, you sit down with the answer key and you analyze like why did you choose the wrong answer? Is it because of lack of knowledge or is it because of lack of clarity with respect to that particular topic? And in that way you can do that proper analysis before the mock. Sorry, what was your second question again? So how to avoid negative marking? How to avoid negative marking? Yeah. So there is a sweet spot for everyone, like with respect to the number of questions attempted. Some people will be attending 100 out of 100 questions, and again they'll be coming out with around like 100 plus mark. Some people will be attending like exact 60 to 70 questions, like they'll be having so much precision. So while doing this mock test, you have to identify your sweet spot, like in which range you are getting maximum marks. So that is one way to avoid the negative marking. Like if you are getting a good mark in the range of 70 to 80 questions, you stick on to that. But that number you'll get to know only after doing multiple test series and only after solving previous year question papers. So that sweet spot you have to identify. That is one thing. And don't take unnecessary risk. Like in the exam hall, if you get panic after seeing the questions and if you are not able to clear the first few sets, like start from the next set, like start from the back or do something like that. Don't get into that panic mode and don't get giving random answers for all those questions. So that is one thing. Identify your sweet spot, like do practice and try to reduce that negative marking by yourself. So revision is one good strategy. Identifying the exact number of questions which you should attend is another strategy. Thank you, sir. അപ്പോൾ ഇതിന് പി ജിയുടെ കൂടെ ഇത് ബാലൻസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്, അതോ ആഫ്റ്റർ പി ജി സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ ബെറ്റർ ഓപ്ഷൻ? മേ ബി പി ജി എടുക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി ജിയുടെ കൂടെ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ഇതൊരു 2 വർഷത്തെ പ്രിപ്പറേഷനാണ്. മേ ബി ആ എടുക്കുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സബ്ജക്റ്റ് ഇപ്പം നമ്മളൊരു ഓപ്ഷണൽ സബ്ജക്റ്റുമായിട്ട് അലൈൻ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ആ രീതിയിൽ പഠിച്ചു തുടങ്ങാം. അല്ലെങ്കിൽ അഗൈൻ വൺ തിങ്, നിങ്ങൾക്ക് ഇപ്പം ഇഗ്നോ ഒക്കെ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഫുൾ ടൈം പ്രിപ്പറേഷൻ പോയിട്ട് വേണമെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് പി ജി എടുക്കുന്ന ഒരു പാറ്റേണിലേക്ക് എത്താം. അപ്പോൾ അത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ പി ജി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അതിൻ്റെ കൂടെ പാരലലി പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഓക്കെ, മൈ ടൈം ഇസ് അപ്പ്. ഐ വിൽ ജസ്റ്റ് റാപ്പ് ഇറ്റ് ഡൗൺ. സോ ആ ഒരു 10 പോയിന്റ്സ് അബൌട്ട് ഡൂസ് ആൻഡ് ഡോൺസ് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ഉണ്ടായെന്ന് വിചാരിക്കുന്നു. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഞാൻ പറഞ്ഞൊരു മാരത്തണാണ്, ഒരു സ്പ്രിൻ്റ് അല്ല. നിങ്ങൾ ആ ഒരു പെർസിവറൻസും ആ ഒരു കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിൽ വെക്കുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹോപ്പിംഗ് ടു സീ ഓൾ ഓഫ് യു ഇൻ സർവീസ് സൂൺ. താങ്ക് യു.